നാരായണ 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 നാരായണ. എല്ലാവരും നാമം ചോദിക്കും. നാരായണ 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 നാരായണ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നമഃ പാർവതീപതയേ. ഹര ഹര മഹാദേവ. ശ്രീ ജാനകീകാന്തസ്മരണം. ജയ ജയ രാമ രാമ. ശ്രീ ഗോപികാജീവനസ്മരണം. ഗോവിന്ദ ഹരി ഗോവിന്ദ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭാസതാം ഹൃദയേ മമ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ശ്രീ ഗുരുവായൂരപ്പൻ്റെ പൂർണ്ണാവതാരമാണ് രാമാവതാരം, പരിപൂർണാവതാരമാണ് ശ്രീകൃഷ്ണാവതാരം. കാരണം ഭഗവാന്റെ അവതാരങ്ങൾ 6 വിധത്തിലാണ്. അംശാവതാരം, അംശാംശാവതാരം, ആവേശാവതാരം, കലാവതാരം, പൂർണ്ണാവതാരം, പരിപൂർണാവതാരം. അതിൽ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. എല്ലാ കലകളും തികഞ്ഞ ഒരു അവതാരമായതുകൊണ്ട് പരിപൂർണതമ കൃഷ്ണ. കൃഷ്ണാവതാരം പരിപൂർണമാണ്. അതേപോലെ പുരാണങ്ങളിൽ വെച്ച് ഭാഗവതവും പരിപൂർണമാണ്. കൃഷ്ണാവതാരത്തിന് എത്ര പ്രാധാന്യമുണ്ടോ അത്രയും പ്രാധാന്യം പുരാണങ്ങളിൽ ഭാഗവതത്തിനുണ്ട്. അതുകൊണ്ട് കൃഷ്ണനെ പോലെ തന്നെ, അല്ലെങ്കിൽ ഭഗവാന് തുല്യമാണ് ഭാഗവതം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ശ്രീരാമകൃഷ്ണ പരമഹംസർ പറയുമല്ലോ, ഭാഗവതവും ഭക്തനും ഭഗവാനും 3 അല്ല എന്ന് പറയും. ഇത് 3 ഒന്നാണ്. കാരണം ഭഗവാൻ എത്ര പൂർണ്ണതയുണ്ടോ അത്രയും പൂർണ്ണത ഭാഗവതത്തിനുണ്ട്. മറ്റു പുരാണങ്ങളിലൊക്കെ മഹാവിഷ്ണുവിൻ്റെ ഓരോരോ ഭാവങ്ങളെയാണ് പ്രകീർത്തിക്കുക. ഭാഗവതത്തിൽ മഹാവിഷ്ണുവിൻ്റെ 4 ഭാവങ്ങളെയും കാണിക്കുന്ന പുരാണമാണ്. അതിൽ 1 മഹാവിഷ്ണു സ്വരൂപം, 2 വൈകുണ്ഠ വിഷ്ണു, 3 ഗോലോക കൃഷ്ണൻ, 4ാമത് വടപത്രശായി വിഷ്ണു. പിന്നെ 4 ഭാവങ്ങളാണ്. അപ്പോൾ ഉദാഹരണത്തിന് മാർക്കണ്ഡേയ പുരാണത്തിലൊക്കെ വടപത്രശായി ആയിട്ടുള്ള വിഷ്ണുവേ ഉള്ളൂ. ഗർഗഭാഗവത്തിൽ ഗോലോകകൃഷ്ണനേ ഉള്ളൂ. വിഷ്ണു പുരാണത്തിൽ വൈകുണ്ഠ വിഷ്ണു ഉള്ളൂ. പക്ഷെ ഭാഗവത്തിൽ അങ്ങനെയല്ല. മഹാവിഷ്ണുവിൻ്റെ 4 ഭാവങ്ങളും വരും. മഹാവിഷ്ണു സ്വരൂപം, വൈകുണ്ഠ വിഷ്ണു, പിന്നെ ഗോലോകകൃഷ്ണൻ, പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്നറിയണ്ടേ, വടപത്രശായ വിഷ്ണു. 4 ഭാവങ്ങളും വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പുരാണത്തിനൊരു പൂർണ്ണത. അതുമാത്രമല്ല, ഭാഗവതത്തിൻ്റെ 10 ലക്ഷണങ്ങൾ പറയുമ്പോൾ അവസാനം പറയുന്ന ലക്ഷണമാണ് എന്താ? സർഗം, വിസർഗം, സ്ഥാനം, പോഷണം, മന്വന്തരം, ഊതി, ഈശാനുകഥ, നിരോധം, മുക്തി. അത്ര സർഗോ വിസർഗശ സ്ഥാനം പോഷണമോദയ മന്വന്തരേശാനുകഥ നിരോധോ മുക്തിരാശ്രയ. 2ാമത്തെ സ്കന്ധത്തിൽ 10ാമത്തെ അധ്യായത്തിൽ ആദ്യത്തെ ശ്ലോകത്തിൽ 10 ലക്ഷണം പറയും. അതിൽ അവസാനത്തെ ലക്ഷണമാണ് ആശ്രയം. എന്താ ആശ്രയം? ആശ്രയം പരം ബ്രഹ്മ. ബ്രഹ്മം തന്നെയാണ് ആശ്രയം. അതെന്താ? ആശ്രയിക്കണമെങ്കിൽ മാറാത്തൊരു വസ്തുവിനെ ആശ്രയിക്കണം. മാറുന്ന വസ്തുവിനെ ആശ്രയിച്ചാൽ എന്താ പറ്റുക? അത് നിരാശ്രയാവും. ആശ്രയിക്കുകയാണെങ്കിൽ അച്യുതനെ ആശ്രയിക്കണം, ച്യുതിയില്ലാത്തതിനെ ആശ്രയിക്കണം. ച്യുതിയില്ലാത്ത ഭഗവാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഭഗവാനെ പരിപൂർണമായിട്ട് ആശ്രയിക്കലാണ് ഭാഗവത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. ഈ ആശ്രയഭാവം വളർത്തലാണ്. അതുകൊണ്ടാണ് ദശമസ്യ വിശുദ്ധ്യർത്ഥം നവാനാമിഹ ലക്ഷണം അവിടെ പറയും. ഈ 10 ലക്ഷണം പറഞ്ഞത് 10ാമത്തെ ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയിട്ടാണ്. എന്താ 10ാമത്തെ ലക്ഷ്യം? ആശ്രയം ഭഗവാൻ മാത്രമേ ഉള്ളൂ. ഇത് മനസ്സിൽ ഉറക്കുക. അനേകം കഥകളിൽ കൂടി നമ്മളുടെ മനസ്സിൽ ഈ ഒരു ആശയം ഉറപ്പിക്കുകയാണ്. ആശ്രയം ഭഗവാൻ മാത്രമേ ഉള്ളൂ. മറ്റൊന്നിനെയും നമുക്ക് ആശ്രയിക്കാൻ വയ്യ. ലോകത്തിൽ നമ്മൾ ആരെ ആശ്രയിച്ചാലും ആശ്രയിക്കുന്ന ആൾക്ക് ഉറപ്പില്ലല്ലോ. ആശ്രയിക്കുന്ന ആൾക്ക് ഉറപ്പുണ്ടോ? നമുക്ക് വേറൊരാൾക്ക് ആശ്രയം കൊടുക്കാൻ നമുക്ക് കഴിവുണ്ടോ? ഉണ്ടോ? നമുക്ക് ഉറപ്പില്ല. അപ്പോൾ നമുക്ക് ഉറപ്പില്ല, നമ്മൾ ആശ്രയിക്കുന്ന ആൾക്ക് ഉറപ്പില്ലെങ്കിൽ എന്താ സ്ഥിതി? അപ്പോൾ ആശ്രയിക്കുകയാണെങ്കിൽ ഉറപ്പുള്ള ഒന്നിനെ ആശ്രയിക്കണം. അപ്പോൾ ഉറപ്പുള്ള ഒന്ന് മാത്രമേ ഉള്ളൂ. സത്യം പരം ധീമഹി, ആ പരമസത്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഭാഗവതത്തിൽ
ഭാഗവത കഥ നമുക്കറിയാമല്ലോ. പരീക്ഷിത് മഹാരാജാവിന് 7-ാം ദിവസം തക്ഷകൻ കടിച്ച് മരിക്കുന്നുള്ള ശാപം ഉണ്ടായി. അങ്ങനെയാണ് പരീക്ഷിത്ത് ഗംഗാതീരത്ത് പോയി പ്രായോപവേശം ചെയ്ത് അവിടെ ശ്രീശിവ ബ്രഹ്മർഷി വന്നു. ശ്രീശിവ ബ്രഹ്മർഷി പരീക്ഷിത് മഹാരാജാവിന് ഭാഗവതം ഉപദേശിച്ചു. അവസാനം പരീക്ഷത്തിന് മനസ്സിലായി, അഹം ബ്രഹ്മ പരം ധാമ ബ്രഹ്മാഹം പരമം പദം, ഞാൻ ആ ബ്രഹ്മമാണ് എന്ന് കേട്ടറിയല്ല, അനുഭവിച്ചറിഞ്ഞു. കേട്ടറിവും അനുഭവിച്ചറിവും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ? കേൾക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു രൂപം കിട്ടുന്ന മാത്രമേ ഉള്ളൂ, അനുഭവം വരില്ല. കണ്ടാലും വരില്ല, കണ്ടാലും അനുഭവം വരില്ല. ഇപ്പം പായസം മുമ്പിൽ വെച്ചാൽ പായസത്തിന് അനുഭവം ഉണ്ടാവും. പായസത്തിന് അനുഭവം ഉണ്ടാവണമെങ്കിൽ പായസം കഴിക്കുക തന്നെ വേണം. എന്ന പോലെ അറിവ് കേട്ടതുകൊണ്ടായില്ല. അതുകൊണ്ടാണ് 2 പ്രാവശ്യം അഹം ബ്രഹ്മ പരം ധാമ ബ്രഹ്മാഹം. ആദ്യം ഗുരു പറയുന്നു, രണ്ടാമത് ശിഷ്യൻ പറയുന്നു ബ്രഹ്മാഹം. ഇപ്പോൾ പരീക്ഷിത് മഹാരാജാവിന് മുക്തിയായി. മുക്തി കിട്ടിയെന്ന് പറയാൻ വയ്യ, മുക്തനായി. മുക്തി കിട്ടുകയല്ല, മോക്ഷം കിട്ടുകയല്ല. മോക്ഷം കിട്ടുകയാണെങ്കിൽ, കിട്ടുന്ന വസ്തുവാണെങ്കിൽ നഷ്ടപ്പെടുന്ന വസ്തുവല്ലേ? കിട്ടുന്ന എന്തും നഷ്ടപ്പെടും. ഇപ്പം മോക്ഷം എന്ന സാറിന് അങ്ങനെ ഇപ്പോൾ ഒരു വാക്ക് പറയാറുണ്ടല്ലേ, സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും. ഇത് കിട്ടുന്ന സാധനമാണെങ്കിൽ അത് നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ അത് കിട്ടുന്ന വസ്തുവല്ല, നമ്മളിൽ തന്നെ ഉള്ളതാണ്. ആ ഉള്ളതിനെ അറിയലാണ്. സിദ്ധസ്യ സിദ്ധി സ്വതയേവ സിദ്ധി. രമണ മഹർഷി പറയും സിദ്ധസ്യ സിദ്ധിയാണ്, ഉള്ളതിനെ തന്നെ അറിയലാണ്. അപ്പോൾ പരീക്ഷിത് മഹാരാജാവിന് ആരാണ്, ഞാൻ ശരീരവുമല്ല മനസ്സുമല്ല ബുദ്ധിയുമല്ല, ഞാൻ ബ്രഹ്മമാണ് എന്നുള്ള അനുഭവം വന്നു. അപ്പോൾ അവിടെ കഥ കഴിഞ്ഞില്ലേ? ഭാഗവത്തിലെ കഥ അവിടെ കഴിഞ്ഞു. പരീക്ഷത്തിന്റെ മുക്തിയോടെ കഥ കഴിഞ്ഞു. പിന്നെ എന്തിനാ ഈ മാർക്കണ്ഡേയന്റെ കഥ കൂട്ടിച്ചേർത്തത്? അവിടെ കഥ അവസാനിപ്പിക്കായിരുന്നല്ലോ. പിന്നെ മാർക്കണ്ഡേയന്റെ കഥ ദ്വാദശ സ്കന്ധത്തിൽ ഒരു 3 അധ്യായത്തിൽ ആ കഥ പിന്നെ ചേർക്കുകയാണല്ലോ. അപ്പോൾ പരീക്ഷത്തിന്റെ മുക്തി കഴിഞ്ഞപ്പോൾ ഭാഗവതം കഴിഞ്ഞില്ലേ ശരിക്കും പറഞ്ഞാൽ? അപ്പോൾ എന്തിനാണെന്ന് വെച്ചാൽ ഈ ദ്വാദശ സ്കന്ധത്തിലെ ലക്ഷണമാണ് മുക്തി. 12-ാമത്തെ സ്കന്ധത്തിലെ 11-ാമത്തെ സ്കന്ധം മുക്തി, 12-ാമത്തെ സ്കന്ധം ആശ്രയം. ആ മുക്തി കഴിഞ്ഞാൽ പിന്നെ ഒരു ആശ്രയത്തിന്റെ ആവശ്യമുണ്ടോ? മുക്തിയോട് കഴിഞ്ഞില്ലേ എല്ലാം? വേദാന്ത സമ്പ്രദായത്തിൽ മുക്തി മതി, പിന്നെ അപ്പുറത്തേക്കൊന്നുമില്ല. പക്ഷെ ഭാഗവതം ഭക്തിശാസ്ത്രമായതുകൊണ്ട് 2 ഭാവങ്ങൾ നമുക്ക് കാണിച്ചു തരാണ്. ഒരു സഗുണഭാവവും ഒരു നിർഗുണഭാവവും. അതിൽ നിർഗുണഭാവത്തിലാണ് ബ്രഹ്മോപദേശം. നിർഗുണ ബ്രഹ്മത്തിനെയാണ് ബ്രഹ്മോപദേശത്തിൽ പറഞ്ഞത്. അഹം ബ്രഹ്മ പരം ധാമ ബ്രഹ്മാഹം പരമം പദം. അപ്പോൾ നിർഗുണമായ ആ ബ്രഹ്മഭാവത്തിനാണ് 5-ാമത്തെ അധ്യായത്തിൽ ബ്രഹ്മോപദേശത്തിൽ കാണിച്ചു തന്നത്. പക്ഷേ ഈ നിർഗുണ ബ്രഹ്മത്തിനെ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വിഷമമാണ്. അപ്പോൾ അതിനൊരു സഗുണ രൂപം കൊടുക്കണം. ഇത് ഗീതയിലും 12-ാമത്തെ അധ്യായത്തിൽ പറയില്ലേ, ക്ലേശോ അധികതരസ്തേഷാം അവ്യക്തത ആകൃഷ്ടചേതസാം. അവ്യക്തമായ ആ ബ്രഹ്മത്തിനെ കുറിച്ച് എത്ര പറഞ്ഞു തന്നാലും നമുക്കത് മനസ്സിലാക്കാൻ വിഷമാണ്. അതല്ലേ മേൽപ്പത്തൂർ നാരായണീയത്തിലെ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ ബ്രഹ്മത്തിനെ വർണ്ണിച്ചു. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം. എന്നിട്ട് എന്താ പറഞ്ഞ? അസ്പഷ്ടം ദൃഷ്ടമാത്രേ. കഴിഞ്ഞില്ലേ കാര്യം? ഇത്രയൊക്കെ പറഞ്ഞിട്ട് അവസാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ. പക്ഷേ അസ്പഷ്ടമായ ആ വസ്തു പ്രത്യക്ഷമായിട്ട് കാണും. അപ്പോഴേ ഹന്തഭാഗ്യം ജനാനാം. അപ്പൊ നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് ഈ നിർഗുണ ബ്രഹ്മത്തിനെ കുറിച്ച് എത്ര പറഞ്ഞാലും അത് ഉൾക്കൊള്ളാൻ വിഷമമാണ്. കാരണം നമ്മുടെ മനസ്സ് ഭാഗമായിട്ടില്ല. സഗുണ രൂപത്തിലാണെങ്കിൽ വേഗം നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഭഗവാൻ ഒരു സഗുണരൂപം സ്വീകരിച്ചതാണ് ഹന്തഭാഗ്യം ജനാനാം. ഹന്തഭാഗ്യം മതിയെന്നല്ല, ഹന്തഭാഗ്യം ജനാന. എല്ലാവർക്കും അറിയാൻ ഭാഗത്തിന് ആ നിർഗുണ ബ്രഹ്മം ഒരു സഗുണരൂപം സ്വീകരിച്ചു. അപ്പോൾ സാന്ദ്ര ആനന്ദ അവബോധാത്മകം അനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം എന്ന് മനസ്സിലായി. ആകെപ്പാടൊരു പുക അല്ലേ? അപ്പോൾ അതൊരു സഗുണ രൂപത്തിലേ അറിയാൻ പറ്റും. അപ്പോൾ നിർഗുണ ബ്രഹ്മത്തിനെ 5-ാമത്തെ അധ്യായത്തിൽ ബ്രഹ്മോപദേശത്തിൽ ആ നിർഗുണ ബ്രഹ്മത്തിനെ കാണിച്ചു തന്നു. പക്ഷെ സാധാരണക്കാർക്ക് മനസ്സിലാവാൻ അതിന് സഗുണ രൂപം കൊടുക്കണം, എന്നാലേ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുള്ളൂ. അതിനാണ് ആ കഥ അവിടെ ചേർത്ത്. അപ്പോൾ ആശ്രയം യഥാർത്ഥത്തിൽ ബ്രഹ്മം തന്നെയാണ് ആശ്രയം. പക്ഷെ ആ ബ്രഹ്മത്തിനെ ഒരു സഗുണ രൂപത്തിൽ നമുക്ക് കാണിച്ചു തരാനാണ് മാർക്കണ്ഡേയന്റെ കഥ. കഥ വളരെ പ്രസിദ്ധമാണല്ലോ. മൃഗണ്ടു എന്ന് പറഞ്ഞൊരു മഹർഷി, മൃഗണ്ടു മഹർഷി. അദ്ദേഹത്തിന് മൃഗണ്ടു എന്ന് പേര് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കഥയുണ്ട്. അദ്ദേഹം തപസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ധ്യാനത്തിലിരിക്കുമ്പോൾ മൃഗങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ വന്നിങ്ങനെ കൊമ്പരിക്കുക അത്രേ. ശരീരത്തിനൊക്കെ മുറിവേൽക്കും, അതറിയില്ല എന്നാണ് അദ്ദേഹം. അത്രയും ഏകാഗ്രമായി തപസ് ചെയ്യുന്ന ആളാണ് അത്രയും മൃഗണ്ടു. ആ മൃഗണ്ടു മഹർഷിയുടെ പുത്രനായതുകൊണ്ടാണ് മാർക്കണ്ഡേയൻ എന്ന് പേര്. അങ്ങനെ ഒരു കഥ പ്രചാരത്തിലുണ്ട്.
അദ്ദേഹം മഹാദേവനെ തപസ് ചെയ്തതെന്നും മഹാദേവൻ പ്രത്യക്ഷപ്പെട്ട് ദീർഘായുസായിട്ടുള്ള ഒരു ദുഷ്പുത്രൻ വേണോ അല്പായുസായിട്ടുള്ള സൽപുത്രൻ വേണോ എന്ന് ചോദിച്ചു എന്നാണ്. ഇങ്ങനൊരു കഥ, പക്ഷെ ഭാഗവത്തിൽ ആ കഥയില്ല. അല്ല, നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ ഒരു കഥ പ്രചാരത്തിലുണ്ടല്ലോ, വേറെ ചില പുരാണങ്ങളിലുണ്ടെന്നും പറയുന്നുണ്ട്. ഏതായാലും അന്ന് അദ്ദേഹം വരം ചോദിച്ചത് എന്താണെന്നറിയോ? ആയുസ് കുറഞ്ഞാലും വേണ്ടില്ല, സ്വഭാവം നന്നായാൽ മതി. വേറൊരു ആള് അംഗമഹാരാജാവ് പറയുന്നുണ്ടല്ലോ ഭാഗവത്തില്, കഥപത്യം വരമന്യേ സതപത്യാൽ ശുചാമ്പതാൽ. നല്ല കുട്ടികൾ ഉണ്ടാവുന്നതിനേക്കാളും ഭേദം ചീത്ത കുട്ടികൾ ഉണ്ടാവുകയാണെന്നാണ് അദ്ദേഹം അങ്ങനെയാ പറഞ്ഞത്. എന്നുവെച്ചാൽ നിർവിദ്യേത ഗൃഹാൻമർത്യോ എൽ ക്ലേശ നിവഹാഗൃഹ. കുടുംബജീവിതത്തിൽ വൈരാഗ്യം വരാൻ തലതെറിച്ച മക്കൾ ഉണ്ടാവുകയാണ് നല്ലതെന്നാണ് അദ്ദേഹം പറഞ്ഞതല്ലേ. പക്ഷേ ഇദ്ദേഹം പ്രാർത്ഥിച്ചത് ആയുസ് കുറഞ്ഞാലും വേണ്ടില്ല, സ്വഭാവം നന്നായാൽ മതി എന്ന് വരം മേടിച്ചു എന്നാണുള്ള കഥ. 16 വയസ്സെന്ന് ചില പുരാണത്തിലുണ്ട്, ചില പുരാണത്തിൽ 12 വയസ്സെന്നും ഉണ്ട്. ആയുസ് മാർക്കണ്ഡേയൻ്റെ ആയുസ് 12 16 നമ്മളതിനെക്കുറിച്ചൊന്നും തർക്കിണ്ട. അങ്ങനെയൊക്കെ പല കഥകളുണ്ട്. ഏതായാലും 15ാമത്തെ പിറന്നാളിന് അമ്മ ചോറ് വിളമ്പുമ്പോൾ അമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർത്തുള്ളികൾ ഇങ്ങനെ വീഴാൻ തുടങ്ങി, ഇലയിൽ ഇങ്ങനെ കണ്ണീര് വീഴാം. അപ്പോഴാണ് മാർക്കണ്ഡേയൻ തലപൊക്കി നോക്കി, എന്താ അമ്മ കരയണമെന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, അടുത്ത പിറന്നാളിന് ചോറ് വിളമ്പാൻ പറ്റും തോന്നണില്ലല്ലോ എന്ന്. അപ്പോഴാണ് മാർക്കണ്ഡേയന് മനസ്സിലായത് തൻ്റെ ആയുസ് കഴിഞ്ഞു, ആയുസ് കഴിയാറായി എന്ന് മനസ്സിലായി. അങ്ങനെ മാർക്കണ്ഡേയൻ മഹാദേവനെ ശരണം പ്രാപിച്ചു എന്നാണ്. കേരളത്തിൽ അങ്ങനെ ഒരു കഥയും കൂടി ഉണ്ടല്ലോ, മാർക്കണ്ഡേയൻ ഓടിയപ്പോൾ ആല് പിളർന്നു എന്നൊക്കെ ഒരു കഥയുണ്ട് അല്ലേ. അതായത് മഹാദേവനെ ശരണം പ്രാപിച്ചു. അവസാനം മാർക്കണ്ഡേയൻ്റെ ആയുസ് കഴിയുന്ന ദിവസം യമധർമ്മരാജാവ് തന്നെ നേരിട്ട് വരികയാണ്. സാധാരണ അജാമളൻ്റെ കഥയിലൊക്കെ യമദൂതന്മാരാണ് വന്നത് അല്ലേ. ഇവിടെ യമധർമ്മരാജാവ് തന്നെ നേരിട്ട് വരികയാണ് അജാമളൻ്റെ ആയുസ്സെടുക്കാൻ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മാർക്കണ്ഡേയൻ്റെ ആയുസ്സെടുക്കാൻ അവിടെ യമദൂതന്മാർ വന്നു, ഇവിടെ യമധർമ്മരാജാവ് നേരിട്ട് വന്നു. മാർക്കണ്ഡേയൻ ശിവലിംഗത്തിൽ അങ്ങനെ കെട്ടിപ്പിടിച്ച് കിടന്നു അത്രേ. അപ്പോൾ യമധർമ്മരാജാവ് കയറെറിഞ്ഞു, ശിവലിംഗത്തോടുകൂടി കയറ് വീണമെന്നാണ്. അപ്പോഴാണ് മഹാദേവൻ ആ ശിവലിംഗത്തിൽ നിന്ന് പുറത്തു വന്ന് ആ കാലനെ നിഗ്രഹിച്ചു. അങ്ങനെ മഹാദേവന് കാലകാലൻ, മൃത്യുഞ്ജയൻ, കാലാന്തകൻ ഒക്കെ പല പേരും വന്നു. പിന്നെ മാർക്കണ്ഡേയൻ എന്താ ചെയ്തത്? തനിക്ക് കിട്ടിയ ആയുസ്സിനെ പാഴാക്കിയില്ല. ഇതാണ് പഠിക്കേണ്ടത്. ആയുസ് നീട്ടിക്കിട്ടി, പക്ഷെ നീട്ടിക്കിട്ടിയ ആയുസ് പാഴാക്കല്ല ചെയ്ത്. മാർക്കണ്ഡേയൻ പുഷ്പഭദ്രാനദിയുടെ തീരത്ത് ചിത്ര എന്നുപേരായിട്ടുള്ള ശിലയിൽ അനേക കാലം തപസ് ചെയ്തു. മാർക്കണ്ഡേയന്റെ തപസ്സടക്കാൻ ഇന്ദ്രൻ പല വിദ്യകളും പ്രയോഗിച്ചെന്നാണ്, അപ്സരസുകളൊക്കെ പറഞ്ഞയച്ചു. പക്ഷേ മാർക്കണ്ഡേയന്റെ തപസ്സിന്റെ മുമ്പിൽ അവരുടെ ആ ആകർഷകത്വം ഒന്നും വിലപ്പോയില്ല. എന്താണെന്ന് വെച്ചാൽ മാർക്കണ്ഡേയൻ ഒന്നിനോടും പ്രതികരിക്കില്ല. ഇത് വളരെ ശ്രദ്ധിക്കണം. ഒരു വിഷയം നമ്മളെ ബാധിക്കുന്ന എപ്പോഴാണെന്നറിയോ? നമ്മളതിനോട് പ്രതികരിക്കുമ്പോഴാണ്. പ്രതികരിച്ചില്ലെങ്കിൽ ഒരു വിഷയവും നമ്മളെ ബാധിക്കില്ല. നമ്മുടെ പ്രതികരണം ഏത് വിധത്തിലാവും? 3 വിധത്തിലാണ് വരിക. ഒന്നുകിൽ ഇഷ്ടം, അല്ലെങ്കിൽ അനിഷ്ടം, അല്ലെങ്കിൽ ഉപേക്ഷ അല്ലേ. ഒന്നുകിൽ ഇഷ്ടം, അല്ലെങ്കിൽ അനിഷ്ടം, അല്ലെങ്കിൽ ഉപേക്ഷ. ഇഷ്ടം വന്നാലും അനിഷ്ടം വന്നാലും ആ വിഷയവുമായിട്ട് നമുക്ക് ബന്ധം വരും. ഇഷ്ടം വന്നാലും ബന്ധം വരും, അനിഷ്ടം വന്നാലും ബന്ധം വരും. അനിഷ്ടം വന്നാൽ ബന്ധം വരുമോ? കംസന് ഭഗവാനോട് ബന്ധം വന്നത് എങ്ങനെയാ? അനിഷ്ടം കൊണ്ടാണ്. ശിശുപാലന് ഭഗവാനോട് ബന്ധം ഉണ്ടായത് എങ്ങനെയാ? അനിഷ്ടം കൊണ്ടാണ് അല്ലേ. അനിഷ്ടം വന്നാലും ബന്ധം വരും. ഇഷ്ടം വന്നാൽ മാത്രമല്ല, അനിഷ്ടം വന്നാലും ബന്ധം വരും. അനിഷ്ടം വന്നാൽ നമ്മൾ ഉപേക്ഷിക്കാൻ ശ്രമിക്കും, അപ്പോഴൊരു ബന്ധമല്ലേ. ഇഷ്ടം വന്നാലുള്ള പോലെ തന്നെ അനിഷ്ടം വന്നാലും ബന്ധമുണ്ട്. പക്ഷെ ഉപേക്ഷ കാണിച്ചാലോ നമുക്കതായിട്ട് ബന്ധമില്ല. ഈ ഉപേക്ഷാഭാവം വരുമ്പോഴേ ലോകം നമ്മളെ ആകർഷിക്കാതിരിക്കും. നമുക്കൊക്കെ ലോകത്തിനോട് ബന്ധം വരാൻ കാരണം ഈ ദ്വന്ദ്വമാണ്. ഒന്നുകിൽ ഇഷ്ടം, അല്ലെങ്കിൽ അനിഷ്ടം. ഉപേക്ഷാഭാവം ഇല്ലല്ലോ. ഉപേക്ഷാഭാവം വന്നാൽ ആ വിഷയം നമ്മളെ ബാധിക്കില്ല. മാർക്കണ്ഡേയന് മുമ്പിൽ നൃത്തം ചെയ്ത അപ്സരസുകളെ അദ്ദേഹം തിരിഞ്ഞു നോക്കിയില്ല എന്നാ പറഞ്ഞു. അവരവരുടെ അഭ്യാസം മുഴുവൻ കാണിച്ചു. അവസാനം അവർക്ക് പേടിയായി എന്നാ പറഞ്ഞത്. പ്രബോധ്യാഹിമവാർഭകാന്ന്. കുട്ടികള് ഉറങ്ങിക്കിടക്കുന്ന പാമ്പിനെ ഉണർത്താൻ ശ്രമിച്ചാൽ എങ്ങനെയിരിക്കും? ഉണരുന്നത് വരെ കളിയാണ്, ഉണർന്നു കഴിഞ്ഞാലോ കളി കാര്യമാവും അല്ലേ. പാമ്പ് ഉണരുന്നവരെ നമുക്ക് കളിയാണ്, പക്ഷെ പാമ്പെങ്ങാനും ഉണർന്നാൽ കളി കാര്യമാവില്ലേ. അപ്പൊ മാർക്കണ്ഡേയന്റെ മുമ്പിൽ ഇവർ ഈ അഭ്യാസമൊക്കെ കാണിച്ചു. മാർക്കണ്ഡേയൻ കണ്ണു തുറക്കണില്ല. അവസാനം അവർ ചോദിച്ചു അത്രേ, ഞങ്ങൾ ഇത്രയും നേരം നൃത്തം ചെയ്തിട്ട് അങ്ങനെ എന്താ ഒന്ന് നോക്കാഞ്ഞത്? അപ്പോൾ മാർക്കണ്ഡേയൻ ചോദിച്ചു, നിങ്ങളോട് ആരാ നൃത്തം ചെയ്യാൻ പറഞ്ഞത്? ഇന്ദ്രൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾ നൃത്തം ചെയ്തത്. ഇന്ദ്രൻ നിങ്ങളോട് നൃത്തം ചെയ്യണമെന്നല്ലേ പറഞ്ഞുള്ളൂ, എന്നോട് നോക്കണം എന്ന് പറഞ്ഞില്ലല്ലോ എന്ന്. നിങ്ങൾ നൃത്തം ചെയ്തോളൂ. അവരുടെ സകല അഭ്യാസവും പാഴായി എന്നർത്ഥം. മായ മാർക്കണ്ഡേയനെ ബാധിച്ചില്ല. രസം എന്താണെന്നറിയോ? ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, മമ മായ ദുരത്യയ, എൻ്റെ മായ ആർക്കും ജയിക്കാൻ സാധിക്കാത്തതാണെന്ന്.
എന്നാൽ കാമദേവനെ ദഹിപ്പിച്ച ആളല്ലേ മഹാദേവൻ. മഹാദേവനെ പോലും മായ ബാധിച്ചില്ലേ? മഹാദേവനെ മായ ബാധിച്ചു കുറച്ചു നേരത്തേക്ക്. പക്ഷെ മാർക്കണ്ഡേയനെ അത്ര പോലും മായ ബാധിച്ചില്ല എന്നർത്ഥം. അങ്ങനെ മാർക്കണ്ഡേയൻ 6 മന്വന്തരം തപസ് ചെയ്തു എന്നാണ്. പുഷ്പഭദ്രാ തീരത്ത് അതികഠിനമായിട്ടുള്ള തപസ് ചെയ്തു. അവസാനം നരനാരായണ മഹർഷിമാര് മാർക്കണ്ഡേയന് മുമ്പിൽ പ്രത്യക്ഷമായി. നരനും നാരായണനും ഭഗവാന്റെ 2 രൂപങ്ങളാണ്. അവരുടെ ഒരു വർണ്ണനയുണ്ട് അവിടെ. അതിമനോഹരമായിട്ടുള്ള 2 ശ്ലോകത്തില് നരനാരായണ മഹർഷിമാരെ വർണ്ണിക്കും. തൗ ശുക്ലകൃഷ്ണോ നവകഞ്ചലോചനോ ചതുർഭുജോ രൗരവവൽക്കലംബരോ പവിത്രപാണി ഉപവേദകന്ത്രുൽ കമണ്ഡലും ദണ്ഡമുജും ച വേണവം പത്മാക്ഷമാലാമുത ജന്തുമാർജനം വേദഞ്ച സാക്ഷാത്തവ ഏവ രൂപിണോ തപത്തടിദ്വർണ പിശങ്കരോജിഷാ പ്രാംശൂദധാനോ വിബുധർഷഭാർച്ചിതോ. 2 പേര്. തൗ ശുക്ലകൃഷ്ണവും, ഒരാൾ വെറുത്തിട്ടും ഒരാൾ കറുത്തിട്ടും. തൗ ശുക്ലകൃഷ്ണവും നവകഞ്ചലോചനവും, താമരയിതൾ പോലെ മനോഹരമായിട്ടുള്ള കണ്ണുകൾ. ചതുർഭുജവും രൗരവ വൽക്കലാംബരവും, ഒരാള് മാന്തോലും മറ്റൊരാൾ മരവുരിയും ധരിച്ച് നരനും നാരായണൻ എന്നുള്ള രൂപത്തിൽ. ഈ പുരാണങ്ങളിലൊക്കെ ഈ നരനാരായണ സ്വരൂപം പല സ്ഥലത്തും വർണ്ണിക്കും. എന്താ എൻ്റെ പ്രത്യേകത? നരൻ എന്ന് പറഞ്ഞാൽ കർമ്മത്തിൻ്റെ പ്രതീകവും നാരായണൻ ജ്ഞാനത്തിൻ്റെ പ്രതീകവുമാണ്. ഇത് ഭഗവത്ഗീതയുടെ അവസാനത്തെ ശ്ലോകത്തിൽ ഇത് കാണാം. എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധര. എവിടെയാണോ യോഗേശ്വരനായിട്ടുള്ള കൃഷ്ണനും ധനുർധരനായിട്ടുള്ള അർജുനനും ഉള്ളത് അവിടെയാണ് വിജയം. പൃത്രാസുരന്റെ കഥയില് പൃത്രാസുരനെ ഇന്ദ്രൻ നിഗ്രഹിച്ചത് എങ്ങനെയാ? ഒരു വജ്രായുധവും ഒരു നാരായണ കവചവും. വജ്രായുധം കർമ്മവും നാരായണ കവചവും ജ്ഞാനവും. ഇപ്പൊ കർമ്മവും ജ്ഞാനവും കൊണ്ട് അജ്ഞാനത്തിനെ നശിപ്പിക്കാൻ പറ്റൂ. ജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിക്കൂ. പക്ഷെ ജ്ഞാനം ഉണ്ടാവണമെങ്കിൽ ഒരു കർമ്മം വേണ്ടേ? അല്ലേ? ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഒരു മുറിക്കകത്ത് ഇരുട്ടുണ്ടെന്ന് വിചാരിക്കാം. 10 ദിവസമായിട്ട് മുറി തുറന്നിട്ടില്ല. ആ ഇരുട്ട് കളയാൻ എന്താ ചെയ്യേണ്ടത്? മുറിക്കകത്ത് കയറിയിട്ട് ഇരുട്ട് പോകണേന്ന് പറഞ്ഞ് മന്ത്രം ജപിച്ച് ഇരുട്ട് പോവോ? ഒരു വടിയെടുത്ത് അടിച്ച് ഇരുട്ട് പോവോ? വിശര് കൊണ്ട് വീശി ഇരുട്ട് പോവോ? ഒരു പാത്രം കൊണ്ട് ഇരുട്ട് കോരി കളയാൻ പറ്റുമോ? ഇരുട്ട് പോകണമെങ്കിൽ ഒരൊറ്റ വഴിയുള്ളൂ. എന്താ? വെളിച്ചം കൊണ്ട്. വേറെ വല്ല വഴിയുണ്ടോ? ആലോചിച്ച് വെച്ചോളൂ. അടുത്തോളം കാണുമ്പോൾ പറഞ്ഞാൽ മതി. പുതിയൊരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ടല്ലേ? ഇരുട്ട് കളയാൻ ഒറ്റ വഴിയുള്ളൂ, വെളിച്ചം കൊണ്ടുവരണം. ഈ വെളിച്ചം എങ്ങനെ വരും? വെറുതെ വെളിച്ചം വരുമോ? വെളിച്ചം വരണമെങ്കിൽ ഒരു കർമ്മം ചെയ്യണം. ഒന്നുകിൽ വിളക്ക് കൊളുത്തണം, അല്ലെങ്കിൽ വാതിൽ തുറക്കണം, അല്ലെങ്കിൽ ലൈറ്റ് ഇടണം. എന്തെങ്കിലും ഒരു കർമ്മം ചെയ്താലല്ലേ വെളിച്ചം വരുള്ളൂ. വെറുതെ മുറിക്കകത്ത് കയറിയിട്ട് വെളിച്ചം വരണമെന്ന് പറഞ്ഞാൽ വെളിച്ചം വരുമോ? അപ്പോൾ ഒരു കർമ്മവും ആ കർമ്മത്തിൽ നിന്നുണ്ടാവുന്ന ജ്ഞാനവും കൊണ്ട് മാത്രമേ അജ്ഞാനം നശിക്കൂ. വളരെ ശ്രദ്ധിക്കണം. ജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിക്കൂ. പക്ഷെ ജ്ഞാനം ഉണ്ടാവാനൊരു കർമ്മം വേണ്ടേ? ഇപ്പം നിങ്ങൾക്ക് ഭാഗവത്തിനെ കുറിച്ച് നമുക്കൊരു അറിവ് ജ്ഞാനം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ഇവിടെ വന്നിരുന്ന് ഭാഗവതം കേൾക്കണം. അതൊരു കർമ്മമല്ലേ? വെറുതെ വീട്ടിലിരുന്നിട്ട് ഭാഗവതനെ കുറിച്ച് ജ്ഞാനം ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ ഉണ്ടാവുമോ? ജ്ഞാനം ഉണ്ടാവണമെങ്കിൽ ഒരു കർമ്മം ചെയ്യണം. അപ്പൊ ഇതാണ് ഈ പുരാണങ്ങളിലൊക്കെ നരനും നാരായണനുമായിട്ട് പറയാ. നരൻ കർമ്മവും നാരായണൻ ജ്ഞാനവുമാണ്. അതാണ് നരനാരായണ സ്വരൂപം. ഗീതയിലെ ധനുർധരനായിട്ടുള്ള പാർത്ഥനും യോഗേശ്വരനായിട്ടുള്ള കൃഷ്ണനും, അല്ലേ? ഇതൊക്കെ കർമ്മത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും വെറുതെയാണ്. ഈ പുരാണങ്ങളിൽ ഈ കഥകളൊക്കെ പറയുമ്പോൾ ഇത് കഥകൾ കെട്ടുകഥകളാണെന്നുള്ള അർത്ഥത്തിലല്ല. ആ കഥകളുടെ പുറകിലൊക്കെ തത്വം ഉണ്ടാവും. തത്വം മനസ്സിലാക്കിയാലേ ആ കഥയുടെ ഗൗരവം മനസ്സിലാവുള്ളൂ. അപ്പോൾ നരനാരായണ മഹർഷിമാര് മാർക്കണ്ഡേയന് മുമ്പിൽ പ്രത്യക്ഷമായി. മാർക്കണ്ഡേയൻ 2 പേരെ സ്തുതിച്ചു. തസ്മൈ നമോ ഭഗവതേ പുരുഷായ ഭൂമ്നെ വിശ്വായ വിശ്വഗുരവേ പരദേവതായേ നാരായണായ ഋഷയേ ച നരോത്തമായ ഹംസായ സംയതഗിരേ നിഗമേശ്വരായ തസ്മൈ നമോ ഭഗവതേ പുരുഷായ ഭൂമ്നോ. വലിയൊരു 10 ശ്ലോകങ്ങളുടെ സ്തുതിയാണ് മാർക്കണ്ഡേയന്റെ സ്തുതി. വളരെ ഗാംഭീര്യമുള്ള സ്തുതിയാണ്. ഇനി അതിന് വേറെ പ്രത്യേകത എന്താ വെച്ചാൽ ഭാഗവതത്തിലെ ആദ്യത്തെ സ്തുതിയാണ് കുന്തി സ്തുതി, അവസാനത്തെ സ്തുതിയാണ് മാർക്കണ്ഡേയന്റെ സ്തുതി. അത് കഴിഞ്ഞാൽ പിന്നെ സ്തുതികളൊന്നുമില്ല. വളരെ ഗൗരവമുള്ള സ്തുതിയാണ്. തുടക്കം തന്നെ കിം വർണ്യതേ തവ വിഭോ യദ് ഉദീരിതോസ്യോ സംസ്പന്ദതേ തമനു വാങ്മന ഇന്ദ്രിയാണി. ഈ പ്രപഞ്ചത്തിലെ സകല സ്പന്ദനങ്ങളും സകല ചലനങ്ങളും അങ്ങയുടെ സാന്നിധ്യത്തിൽ ഉണ്ടാവുക. ഇത് ധ്രുവൻ സ്തുതിക്കുമ്പോൾ യോന്തപ്രവിശ്യ മമവാചമിമം പ്രസുപ്താം സംജീവയത്യഖിലശക്തിധരസ്വധാംന അന്യാംശ ഹസ്തചരണ ശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം എന്ന് പറയണില്ലേ? യോ അന്തപ്രവിശ്യ, അവിടുന്ന് ഉള്ളിലിരിക്കുന്നതുകൊണ്ടാണ്
എൻ്റെ ശരീരവും മനസ്സും ബുദ്ധിയും ഇന്ദ്രിയങ്ങളും വാക്കും കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും എല്ലാം പ്രവർത്തിക്കുന്നത് അങ്ങുള്ളിലിരിക്കുമ്പോഴാണ്. എന്ന പോലെ കിം വർണ്യതേ തവൈഭോ, എങ്ങനെയാണ് അങ്ങയുടെ മഹത്വത്തിനെ പറയാൻ സാധിക്കുക? അത് പറയണമെങ്കിൽ അങ്ങ് ഉള്ളിലിരുന്ന് പറയിപ്പിക്കണം, അല്ലേ? ഭഗവാനെക്കുറിച്ച് ഒരാൾക്ക് പറയാൻ സാധിക്കണമെങ്കിൽ ഭഗവാൻ തന്നെ ഉള്ളിലിരുന്ന് പറയിപ്പിക്കണം. ആ ഒരു അനുഗ്രഹം ഉണ്ടെങ്കിലേ ഭഗവാനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. അതാണ് കിം വർണ്യതേ തവൈഭോ, എങ്ങനെയാണ് അവിടുത്തെ മഹത്വം വർണ്ണിക്കാൻ സാധിക്കുക? അത് മാത്രമല്ല, അവിടുന്ന് നാനാ വിധത്തിൽ നാനാഭിവർഷ്യതനു അനേക ശരീരങ്ങളിൽ ഏകസ്തമേവ ഭഗവന്യതം ആത്മശക്തിയാം ആയാഖ്യോരുഗുണയാ മഹതാദ്യശേഷം എന്ന് ധ്രുവം പറയും. ഒരേ ഈശ്വരൻ തന്നെയാണ് പല രൂപത്തിൽ പ്രകാശിക്കുക, അല്ലേ? എന്തുപോലെ ഒരേ അഗ്നി തന്നെയാണ് പല പറകിൽ പ്രകാശിക്കുക. ഒരു അഗ്നി ഒരു തിരി കത്തുമ്പോൾ ഒരു മുല്ലമൊട്ട് പോലെ ഇരിക്കും, ഒരു കാട് കത്തുമ്പോഴോ വലിയ കാട്ടുതീയാവും. പക്ഷെ അഗ്നി ഒന്നല്ലേ? നമ്മൾ ലക്ഷദീപം കൊളുത്തുമ്പോൾ 1000 1,00,000 വിളക്ക് കൊളുത്തുമ്പോൾ 1000 ദീപങ്ങളുണ്ടാവും, പക്ഷെ 1000 അഗ്നി ഉണ്ടാവും. അഗ്നി എത്രയുണ്ട്? ഒറ്റ അഗ്നിയുള്ളൂ, അല്ലേ? എന്നപോലെ ശരീരങ്ങളൊക്കെ വ്യത്യസ്തമായിരിക്കാം. ഇപ്പം നമ്മുടെയൊക്കെ തന്നെ ശരീരം വ്യത്യസ്തമാണ്. പക്ഷെ ശരീരത്തിനുള്ളിലിരിക്കുന്ന ജീവൻ എല്ലാവരുടെയും ഒരേ ജീവനാണ്, എല്ലാവരും ഒരേ ഈശ്വരനാണ്. ഇരുളിലിരിപ്പവൻ ആരു നീയെന്ന് ഒരുവനുരപ്പത് കേട്ടു താനുമേവം, അല്ലേ? ശ്രീനാരായണ ഗുരുദേവന്റെ പ്രസിദ്ധമായിട്ടുള്ളൊരു ശ്ലോകമുണ്ട്. ഇരുളിലിരിപ്പവൻ ആര് നീയെന്ന് ഒരുവനുരപ്പത് കേട്ടു താനുമേവം അറിവതിനായി അവനോട് നീയും ആരെന്ന് അരുളുവതിൻ പ്രതിവാക്യം ഏകമാകും. എന്താ? ഒരാൾ ഇരുട്ടത്തിരിക്കുകയാണ്, വേറൊരാളോട് വന്നു, ആരവിടെ ഇരിക്കണമെന്ന് ചോദിച്ചു. പെരുന്നാളെന്ത് പറയും? ഞാനാന്ന് പറയും. വന്ന ആൾ ചോദിച്ചു, ആരവിടെ വന്നതെന്ന് ചോദിച്ചു. വന്ന ആളെന്ത് പറഞ്ഞു? ഞാനാന്ന്. ഇപ്പം 2 ഞാനുണ്ടോ? അപ്പം എല്ലാവരും ഒരു ഞാനേ ഉള്ളൂ. ഏകസ്തമേവ ഭഗവൻ, ഒരേ ഒരു ഈശ്വരൻ തന്നെയാണ് എല്ലാത്തിലും ഇരിക്കുക. എല്ലാത്തിലും ചൈതന്യ സ്വരൂപിയായി ഉപാധിഭേദങ്ങളിൽ ഇരിക്കുന്ന ഉപായം ഒന്ന് തന്നെയാണെന്ന് അർത്ഥം. അതിന് സ്വാമിജി ഒരു ഉദാഹരണം പറയാറ്, വിദ്യുശക്തി പോലെ ഇലക്ട്രിസിറ്റി. വിദ്യുശക്തി മൈക്കിൽ വരുമ്പോൾ ശബ്ദമാവും, ഫാനിൽ വരുമ്പോൾ കാറ്റാവും, അല്ലേ? ലൈറ്റിൽ വരുമ്പോൾ വെളിച്ചമാവും, ടി വിയിൽ വരുമ്പോൾ ചിത്രമാവും, എ സിയിൽ വരുമ്പോൾ തണുപ്പാവും. അത് ഉപാധിയല്ലേ വ്യത്യാസമുള്ളൂ, വിദ്യുശക്തി ഒന്നല്ലേ, അല്ലേ? മൈക്കിലെ കറണ്ടും ഫാനിലെ കറണ്ടും 2 കറണ്ടാണോ? ഒറ്റ കറണ്ട്. ഉപാധിക്ക് വ്യത്യാസമുള്ള എന്ന പോലെ ഒരേ ഒരു ഈശ്വരനാണ്. സത്വം രജസ്തമ ഇതീശ തവാത്മബന്ധോ, സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും എന്ന് പറഞ്ഞ ഉപാധികളിൽ കൂടി ഒരേ ഈശ്വരൻ തന്നെ പ്രകാശിക്കുകയല്ലേ. അതുകൊണ്ട് തസ്മൈ നമോ ഭഗവതേ പുരുഷായ ഭൂമനെ. ഭൂമനെ എന്ന് പറഞ്ഞാൽ പൂതിയുള്ളത്, എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്നതെന്ന അർത്ഥം. എത്രയാന്ന് വർണ്ണിക്കാൻ സാധ്യമല്ല. യഥോ വാചോ നിവർത്തന്റെ അപ്രാപ്യ മനസാസഹ, എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്ന ആള്. വിശ്വായ വിശ്വഗുരവേ പരദേവതായേ, ആ സംബോധനയ്ക്ക് വലിയ അർത്ഥമുണ്ട്. വിശ്വസഹസ്രനാമത്തില് ആദ്യത്തെ വാക്കാണ് വിശ്വം, അല്ലേ? വിശ്വതി, എല്ലാത്തിലും പ്രവേശിച്ചിരിക്കുന്ന ആള്, എല്ലാത്തിലും നിറഞ്ഞിരിക്കുന്ന ആള്. വിശ്വം വിഷ്ണുർവഷർക്കാരോ. അതുപോലെ വിശ്വായ വിശ്വഗുരവേ പരദേവതായേ നാരായണായ ഋഷയേ ച നരോത്തമായ ഹംസായ സംയതഗിരേ നിഗമേശ്വരായ. ഹംസം എന്ന് പറഞ്ഞാലോ ഹംസഭാവാണ്. ഭാഗവത്തിന്റെ എല്ലാ അധ്യായത്തിന്റെ അവസാനത്തിനും കാണാം പാരമഹംസ്യാം സംഹിതായ. ഇതെന്ത് ഈ ഹംസം എന്ന് പറഞ്ഞാൽ? നമ്മൾ ഈ 11ാമത്തെ സ്കന്ധത്തില് 13ാമത്തെ അധ്യായത്തിൽ ഹംസാവതാരമുണ്ട്. ഇത് ഹംസഭാവമാണ്. നമ്മൾ മലയാളത്തിൽ തന്നെ അരയന്നൊക്കെ പറയും, അല്ലേ? കഥ പറയാറില്ലേ? പാലും വെള്ളവും കൂടി കലർത്തി വെച്ചാൽ പാല് മാത്രം കുടിക്കും, അങ്ങനെ ഒരു ജീവിയൊന്നുമില്ല. ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയണമെന്നേ ഉള്ളൂ. ഈ ഹംസം എന്ന് പറഞ്ഞാൽ ഞാൻ ശരീരമല്ല ജീവനാണ് എന്നുള്ള ബോധത്തിൽ ഉറച്ച ആളെയാണ് ഹംസം എന്ന് പറയാം. ശരീരമല്ല, അല്ലെങ്കിൽ ശരീരവും മനസ്സും ബുദ്ധിയുമല്ല, ഞാൻ ഈ ജീവനാണ്, ബോധമാണ് എന്നുള്ള ആ ഭാവത്തിൽ ഉറച്ച ആളെയാണ് എന്ത് പറയുക? ഹംസം. ഇനി ഞാൻ ജീവനുമല്ല ബ്രഹ്മമാണെന്നുള്ള ഭാവത്തിൽ ഉറച്ച ആളെയാണ് പരമഹംസൻ എന്ന് പറയാം. അതാണ് ശ്രീരാമകൃഷ്ണ പരമഹംസൻ എന്നൊക്കെ പറയാം. അപ്പൊ ഇവിടെ ഹംസായ സംയതഗിരേ, വാക്കിനെ മുഴുവൻ ഒതുക്കിയിട്ടുള്ള ആള്, അല്ലെങ്കിൽ വാക്കിന് മുഴുവൻ ആധാരമായിട്ടുള്ള, അതേസമയത്തോ നിഗമേശ്വരായ വേദസ്വരൂപി അവിടുന്നാണ്. വാക്കായിട്ടും മൗനമായിട്ടും സൂക്ഷ്മമായിട്ടും സ്ഥൂലമായിട്ടും അവിടുന്ന് തന്നെയാണെന്ന് അർത്ഥം. പ്രപഞ്ചത്തിന് 2 ഭാവമുണ്ട്, സൂക്ഷ്മ സ്ഥൂലം. എന്താ വ്യത്യാസം എന്നറിയോ? സൂക്ഷ്മം എന്ന് പറഞ്ഞാൽ നമുക്ക് നേരിട്ട് കാണാൻ പറ്റാത്ത ഉണ്ട്, പക്ഷെ നമുക്ക് നേരിട്ട് കാണാൻ വയ്യ, അതൊക്കെ സൂക്ഷ്മമാണ്. ഇപ്പൊ പരമാണുക്കളുണ്ട്, പക്ഷെ പരമാണുക്കളെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റുമോ? അപ്പോൾ നേരിട്ട് കാണാൻ, അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളെ കൊണ്ട് നേരിട്ട് അറിയാൻ പറ്റാത്തൊക്കെ സൂക്ഷ്മമാണ്. ഉപകരണം കൊണ്ടറിയാം,
ഒരു ഇൻസ്ട്രുമെന്റ് കൊണ്ട് അറിയാം, നേരിട്ട് അറിയാൻ വയ്യ, അതൊക്കെ സൂക്ഷ്മമാണ്. നേരിട്ട് ഇന്ദ്രിയങ്ങളെ കൊണ്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നതൊക്കെ സ്ഥൂലാണ്. ഇപ്പൊ പ്രപഞ്ചത്തിന് 2 രൂപമുണ്ട്, സൂക്ഷ്മ രൂപമുണ്ട്, സ്ഥൂല രൂപമുണ്ട്, എല്ലാത്തിനും ഉണ്ട്. ഇപ്പോൾ ശബ്ദം, ഉദാഹരണത്തിന് ശബ്ദത്തിന് 2 രൂപമല്ലേ? സൂക്ഷ്മമായിട്ടുള്ള ശബ്ദമുണ്ട്, സ്ഥൂലമായിട്ടുള്ള ശബ്ദമുണ്ട്. സൂക്ഷ്മ ശബ്ദം നമുക്ക് കേൾക്കാം, സൂക്ഷ്മം നമുക്ക് കേൾക്കാൻ വയ്യ, സ്ഥൂലം കേൾക്കാം. രൂപങ്ങളും അങ്ങനെയാണ്. സൂക്ഷ്മ രൂപം നമുക്ക് കാണാൻ വയ്യ, സ്ഥൂല രൂപം കാണാം. ഗന്ധം അങ്ങനെയാണ്. സ്ഥൂലമായിട്ടുള്ള ഗന്ധം നമുക്കറിയാം, സൂക്ഷ്മമായിട്ടുള്ള ഗന്ധം നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ഇത് രണ്ടും അവിടെ നിന്നാണ്, സ്ഥൂലവും സൂക്ഷ്മവും അവിടെ നിന്നാണ്. അതാണ് ഹംസായ സംയതകരെ നിഗമേശ്വരായ. വേദങ്ങളില് ഭഗവാന്റെ നിർഗുണവും സഗുണവുമായിട്ടുള്ള ഭാവം പറയുന്നുണ്ട്. അപ്പൊ എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്ന അവിടെ നിന്നാണ്. അതുകൊണ്ട് തം സർവവാദ വിഷയ പ്രതിരൂപശീലം വന്ദേ മഹാപുരുഷമാത്മനി ഗൂഢബോധം. സർവവാദ വിഷയ പ്രതിരൂപശീലം, എല്ലാ വാദങ്ങളും എവിടെ ചെന്ന് അവസാനിക്കുന്നുവോ, എല്ലാ അന്വേഷണങ്ങളും എവിടെ അവസാനിക്കുന്നുവോ അതാണ് അവിടുത്തെ സ്വരൂപം. അന്വേഷിച്ച് അവസാനം എവിടെ എത്തുന്നറിയോ? അന്വേഷണമൊക്കെ അവസാനിക്കുന്ന ഒരു ഘട്ടം വരും. രമണ മഹർഷി പറയും, നിങ്ങൾ മറ്റൊന്നും അന്വേഷിക്കേണ്ട, ഒറ്റ കാര്യം അന്വേഷിച്ചാൽ മതി, ഞാനാരാ, ഇത് മാത്രം അന്വേഷിച്ചാൽ മതി. എല്ലാ അന്വേഷണം അവിടെ അവസാനിക്കും. മറ്റേ അന്വേഷണങ്ങളൊന്നും അവസാനിക്കില്ല, അതിങ്ങനെ തുറന്നുകൊണ്ടിരിക്കും. ഞാൻ ആരാണ് എന്നുള്ള അന്വേഷണമാണ് ആത്യന്തികമായ ഒരു ലക്ഷ്യത്തിലെത്തുക എന്നർത്ഥം. അങ്ങനെയുള്ള നരനാരായണ മഹർഷിമാരെ മാർക്കണ്ഡേയൻ സ്തുതിച്ചു. മഹർഷിമാർക്ക് വളരെ സന്തോഷമായി. മാർക്കണ്ഡേയനെ അനുഗ്രഹിച്ചിട്ട് ചോദിച്ചു, മാർക്കണ്ഡേയന്റെ സ്തുതിയൊക്കെ വളരെ നന്നായി, മാർക്കണ്ഡേയൻ എന്താ വരം വേണ്ടതെന്ന് ചോദിച്ചു. മാർക്കണ്ഡേയൻ പറഞ്ഞു, എനിക്ക് വരമൊന്നും വേണ്ട, വരം കിട്ടാൻ വേണ്ടിയിട്ടല്ല ഞാൻ തപസ് ചെയ്തത്. ഇത് ഭാഗവതം നോക്കിയാൽ ഉത്തമന്മാരായിട്ടുള്ള ഭക്തന്മാരാരും വരം ചോദിച്ചിട്ടില്ല. വളരെ ശ്രദ്ധിക്കണം. ഈശ്വരനോട് വരം ചോദിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ അഹങ്കാരമാണ്. അതെന്താ? എനിക്ക് എന്താ വേണ്ടതെന്ന് എനിക്കറിയാം, അതല്ലേ ചോദ്യത്തിന്റെ അർത്ഥം. സംസാരാമയ ബാധയാൽ മഥിതനായി ഞാൻ പേയുരയ്ക്കാം, ഭവൽ സംസദ്ദിൽ സുഖഭോഗ വസ്തു നിജയം യാചിച്ചുവെന്നും വരാം, കംസാരേ ഭവാൻ കനിഞ്ഞ് അനുവദിച്ചിടായിക തൊന്നും, ഭവധ്വംസാർത്ഥം നിരവധ്യ ഭക്തി അരുളാൻ മാത്രം പ്രസാദിക്കണേ എന്നൊരു വഴിപാടി. സംസാരാമയ ബാധയാൽ മഥിതനായി ഞാൻ പേയുരയ്ക്കാം. ഈ സംസാരപ്പനി പിടിപെട്ട് പേയ് പറയുന്നു. ഇപ്പോൾ പനി പിടിച്ച് കിടക്കുമ്പോൾ പിച്ചും പേയും പറയാന്നൊക്കെ പറയില്ലേ, അല്ലേ? പനി പിടിച്ച് കിടക്കുന്ന ഒരാള് തണുത്ത വെള്ളം വേണമെന്ന് പറയും, പക്ഷെ സ്നേഹമുള്ളവർ കൊടുക്കുമോ? അപ്പോൾ കുട്ടിക്ക് പനി പിടിച്ച് കിടക്കുമ്പോൾ കുട്ടി പറയാണ് തണുത്ത വെള്ളം വേണം. സ്നേഹമുള്ള അമ്മ കൊടുക്കില്ല. അത് കുട്ടിയോട് സ്നേഹമില്ലാത്തതുകൊണ്ടല്ല, പിന്നെ എന്താ, അത് കുട്ടിക്ക് നല്ലതല്ല എന്ന് അമ്മയ്ക്കറിയാം. നമുക്ക് ഹിതം പ്രിയം ഇങ്ങനെ രണ്ടുണ്ട്, വ്യത്യാസം അറിയോ? ഹിതം എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലത്, പ്രിയം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ടത്. നമുക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം നമുക്ക് നല്ലതായി കൊള്ളുന്നില്ല, അല്ലേ? ഇപ്പോൾ കുട്ടികളെ കളിപ്പാട്ടം കണ്ട് വാശി പിടിക്കുകയാണ്, അല്ലെങ്കിൽ മധുരപലഹാരം കണ്ട് കുട്ടി വാശി പിടിക്കുകയാണ്. അമ്മ ചോദിക്കുന്ന മുഴുവൻ കൊടുക്കുമോ? ചോദിക്കുന്ന മുഴുവൻ കൊടുത്താൽ അത് കുട്ടിക്ക് കേടാന്ന് അമ്മയ്ക്കറിയാം. എന്ന പോലെ ഈശ്വരൻ തൻ്റെ ഉത്തമ ഭക്തന്മാർക്ക് ചോദിക്കുന്ന മുഴുവൻ കൊടുക്കില്ല. അവൻ ആവശ്യമുള്ള എന്താണെന്ന് ഗുരുവായൂരപ്പനറിയാം. ഭക്തന് എന്ത് വേണമെന്ന് ഇതുപോലെ ഒരു കുട്ടിക്ക് ഏതാണ് നല്ലത്, ഏതാണ് ചീത്ത എന്ന് കുട്ടിയെല്ലാം അറിയാം, പിന്നെ ആരാ അറിയാം? അമ്മയാണ് അറിയാം, അല്ലേ? എന്ന പോലെ ഭക്തന് എന്താ വേണ്ടതെന്ന് നമ്മളെക്കാൾ നന്നായിട്ട് ആർക്കറിയാം? ഗുരുവായൂരപ്പനറിയാം. അപ്പൊ ഭഗവാനോട് എന്തെങ്കിലും ചോദിക്കുക എന്ന് പറഞ്ഞാൽ അത് അഹങ്കാരമല്ലേ? എനിക്ക് എന്താ വേണ്ടതെന്ന് എനിക്കറിയാം, അല്ലേ എൻ്റെ അർത്ഥം? എനിക്ക് വേണ്ടത് എന്തെന്നത് അറിയുന്നില്ല ഞാൻ വിഭോ, ദീനബന്ധോ ഭവാൻ നോക്കി ദാനം ചെയ്യുക യഥോചിതം. എനിക്ക് എന്താ വേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. വേണ്ടത് എന്താണോ അത് വേണ്ട സമയത്ത് അവിടുന്ന് തരികയെന്നല്ലാതെ മറ്റൊന്നും അവിടുത്തോട് പ്രാർത്ഥിക്കരുത്. അതുകൊണ്ടാണ് കംസാരെ ഭവാൻ കനിഞ്ഞ് അനുവദിച്ചിടായതൊന്നും, ഞാൻ ചോദിക്കുന്ന ഒന്നും തരല്ലേ എന്ന് പറയാണ്. നമ്മളൊക്കെ അങ്ങനെയാണല്ലോ, ചോദിക്കുന്നത് തന്നില്ലെങ്കിൽ കുറ്റം പറയും, അല്ലേ? ഒരമ്പലത്തിൽ പോയി വഴിപാട് കഴിച്ച് കാര്യം നടത്തില്ലെങ്കിലോ അടുത്ത അമ്പലത്തിൽ പോകും, അല്ലേ? നമുക്ക് എവിടെ ഗുണം കിട്ടണം അവിടെയല്ലേ പോവുള്ളൂ. അതല്ല ശരിക്കും ഭക്തി. ഭഗവാനോട് ഒന്നും ചോദിക്കാതിരിക്കുക. എന്തുപോലെ ഒരു വിളക്കിൻ്റെ മുമ്പിൽ ചെന്ന് വിളക്കെ കുറച്ച് വെളിച്ചം തരണേന്ന് പറയാറുണ്ടോ ആരെങ്കിലും? വിളക്കിൻ്റെ മുമ്പിൽ ചെന്ന് വെളിച്ചം ചോദിക്കേണ്ട ആവശ്യമുണ്ട്. വിളക്കിൻ്റെ മുമ്പിൽ ചെന്നാൽ വെളിച്ചമായി. എന്ന പോലെ ഗുരുവായൂരപ്പന് മുമ്പിൽ എത്തിയാൽ ആ ജീവൻ രക്ഷപ്പെട്ടു. ആ ജീവന് വേണ്ടതെന്തോ അത് അവിടേക്കറിയാം, നമുക്കറിയില്ല. ഗുരുവായൂരപ്പനറിയാം. അവിടെ നിന്ന് ചിലപ്പോൾ ദുഃഖം തരും, ചിലപ്പോൾ സുഖവും തരും. അത് നമുക്ക് ആവശ്യമാണെന്ന് അവിടേക്കറിയാം. ആ രോഗമാണ് ചിലപ്പോൾ നമ്മളെ രക്ഷപ്പെടുത്തുക, ദുഃഖമാണ് രക്ഷപ്പെടുത്തുക. മേൽപ്പത്തൂരിന് ദുഃഖം വന്നുകൊണ്ടല്ലേ ഗുരുവായൂരപ്പനെ ആശ്രയിക്കാനായത്, അല്ലേ? കുറൂരമ്മയ്ക്ക് വൈധവ്യം വന്നുകൊണ്ടല്ലേ ഗുരുവായൂരപ്പനെ ആശ്രയിക്കാൻ തോന്നിയത്. പൂന്താനത്തിന് പുത്രദുഃഖം വന്നതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിച്ചില്ലേ.
അപ്പൊ ഗുരുവായൂരപ്പൻ ചിലപ്പോൾ ദുഃഖം തരുന്നതും ഒരു മരുന്നാണ്. അതുകൊണ്ടാണ് മേൽവത്തൂര് ഹേ രോഗ യൂയമേവ സുഹൃത, രോഗങ്ങളെ നിങ്ങളൊക്കെ എന്നെ കൂട്ടുകാരാണെന്ന് പറഞ്ഞു. കാരണം നിങ്ങളില്ലായിരുന്നെങ്കിൽ ഞാൻ ഗുരുവായൂരപ്പന് പോലും വരില്ല. വാദത്തിൻ വലിവിൽ കിടന്ന് വലയാനായി ഇലയെന്നാകിലോ, വാതേശാലയ ദർശനം കരുണതൻ ക്ഷീരാർണവം വർണ്ണനാൽ ഭൂതന്നിൽ സ്ഥിരദൃശ്യമാക്കി മനുജർക്ക് ഓർക്കാനും ഏൽക്കാനുമായി പ്രാതസൂര്യ കിശോരവേഷം എഴുതാൻ കിട്ടില്ല പട്ടേരിയെ കിട്ടില്ല എന്ന് പറഞ്ഞല്ലേ. അപ്പോ ഭഗവാൻ ഓരോ വിധത്തിലാണ് ഭക്തന്മാരെ ആകർഷിക്കുക. ചിലപ്പോൾ ദുഃഖം തരും, ചിലപ്പോൾ സുഖം തരും. അപ്പൊ ഭഗവാൻ തരുന്നതൊക്കെ പ്രസാദമാണ് എന്നൊരു ഭാവം വരണം. അപ്പൊ ഭഗവാനോട് ഒന്നും ചോദിക്കാൻ തോന്നില്ല. നേരെ മറിച്ച് കച്ചവട ഭക്തിയാണല്ലോ അല്ലെ, കച്ചവട ഭക്തിയാണ് പലർക്കും. ഉത്തമ ഭക്തന്മാരാരും വരം ചോദിക്കില്ല. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് അനേക ഉദാഹരണമുണ്ട്. ഏറ്റവും നല്ല ഉദാഹരണമാണ് പ്രഹ്ലാദൻ അല്ലേ. നമ്മൾ കണ്ടില്ലേ, 7ാമത്തെ സന്ദർഭത്തില് പ്രഹ്ലാദനോട് ഭഗവാൻ സന്തോഷമായിട്ട് ചോദിച്ചു, പ്രഹ്ലാദാ ഭദ്രാ ഭദ്രന്തേ പ്രീതോഹം തേ സുരോത്തമ. പ്രഹ്ലാദാ ഭദ്രാ ഭദ്രന്തേ. എത്ര സന്തോഷമായി ഗുരുവായൂരപ്പന്. തന്റെ ഉണ്ണിയായിട്ടുള്ള പ്രഹ്ലാദൻ തന്റെ കാൽക്കൽ വന്ന് വീണപ്പോ സ്വപാദമൂലേ പതിതം തമർഭകം വിലോക്യദേവ കൃപയാ പരിപ്ലുത. അവിടുന്ന് കാരുണ്യത്തിനോട് കുതിർന്നുപോയി. ഉദ്ധാപ്യ തച്ചീട്ടിന് അതതാൽ കരാംബുജം. പ്രഹ്ലാദന്റെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ച് പ്രഹ്ലാദനെ കൊണ്ട് പിടിച്ചു എഴുന്നേൽപ്പിച്ചിട്ട് പ്രഹ്ലാദനോട് ചോദിച്ചു, ഉണ്ണി പ്രഹ്ലാദ ഭദ്രാ ഭദ്രം തേ പ്രീതോഹം തേ സുരോത്തമ വരം വൃണീഷാഭിമതം കാമപൂരോസ്മ്യഹം നൃണാം. എന്ത് വേണമെങ്കിൽ ചോദിച്ചോളാൻ പറഞ്ഞു. അപ്പൊ പ്രഹ്ലാദൻ ആദ്യം വരവൊന്നും ചോദിച്ചില്ല, വീണ്ടും നിർബന്ധിച്ചപ്പോ പ്രഹ്ലാദൻ ഒരു വരം ചോദിച്ചു. എന്താ ചോദിച്ചതെന്നറിയോ? കാമാനാം ഹൃദയ സംരോഹം ഭവതസ്തുർണേ വരം. അടിയന്റെ മനസ്സിൽ അവിടത്തോട് ഒന്നും ചോദിക്കാനുള്ള ആഗ്രഹം ഉണ്ടാവരുതേ എന്നൊരു വരം. ചോദിക്കാനുള്ള ആഗ്രഹം ഉണ്ടാവരുത്. കാരണം കാമമാണ് നമ്മളെ കൊണ്ട് പ്രവർത്തിപ്പിക്കുക. കാമം എന്ന് വെച്ചാൽ ആഗ്രഹങ്ങൾ. ഒരാഗ്രഹങ്ങളും ഇല്ലാതിരുന്നാൽ അയാൾക്ക് സമാധാനം കിട്ടും. ആഗ്രഹം വർദ്ധിക്കും തോറും സമാധാനം കുറയുകയും ചെയ്യും. ശരിയല്ലേ? ആഗ്രഹം വർദ്ധിക്കുമ്പോൾ സമാധാനം കുറയും. പക്ഷെ ആഗ്രഹങ്ങൾ എവിടെ നിന്ന് ഉണ്ടാവുക? ഞാനൊരു കാരണം വേണ്ടേ? ധ്യായതോ വിഷയാൻ പുംസ സംഘസ്തേഷു ഉപജായതേ സംഘാൽ സംജായതേ കാമ. സംഘത്തിൽ നിന്നാണ് കാമം ഉണ്ടാവുക. ഇപ്പൊ ലോകവിഷയങ്ങളുമായിട്ടുള്ള ബന്ധമാണ് ആഗ്രഹങ്ങൾക്ക് കാരണം. ഉത്തമ ഭക്തന്മാർ ആഗ്രഹിക്കുന്നത് ലോകവിഷയങ്ങളുമായിട്ട് ബന്ധപ്പെടാനല്ല, ഗുരുവായൂരപ്പനോട് ബന്ധപ്പെടാനാണ്. ശരിയല്ലേ? അവർക്ക് ത്വമേവ മാതാജ പിതാ ത്വമേവ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ ത്വമേവ വിദ്യ ദ്രവിണം ത്വമേവ ത്വമേവ സർവം. ഗുരുവായൂരപ്പ എല്ലാം അവിടെ നിന്നാണ്. അടിയന്റെ ബന്ധുവും അടിയന്റെ സുഹൃത്തും അടിയന്റെ ധനവും അടിയന്റെ ദുഃഖവും സർവ്വതും അവിടെ നിന്നാണെന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് വേറെ എന്താ ചോദിക്കാൻ തോന്നുക? വേറെ ഒന്നും ആവശ്യപ്പെടാൻ തോന്നില്ല. ഗുരുവായൂരപ്പനല്ലാതെ മറ്റൊന്നും വേണ്ടാന്നൊരു തോന്നൽ വരും. ആ ഒരു ഭാവം വന്നൊരാള് എന്ത് വരാ പിന്നെ ചോദിക്കുക അല്ലേ? ഭഗവാൻ മുമ്പിൽ വന്നു നിന്നാൽ അതിനേക്കാൾ കൂടുതൽ എന്താ വേണ്ടതെന്നൊരു ഭാവം വരില്ലേ? ആ ഒരു ആനന്ദ സമുദ്രത്തിൽ മുങ്ങിയ ഒരാള് മറ്റൊന്നും ചോദിക്കില്ല. ആ അനുഭവം വന്നാൽ നമ്മളൊന്നും ചോദിക്കില്ല. നമ്മളൊരു ആ പൂർണ്ണതയിൽ എത്താത്തത് കൊണ്ടാണ് മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ ചോദിക്കുക. അതാണ് ഒരു കവി പറഞ്ഞു, കൈരണ്ടും കൂപ്പി ഞാൻ വീണ്ടും ഇരക്കുന്നു നിരജലോചന നിന്നോടായി ഏതീനു മന്യേനെ കുമ്പിടേണ്ടാത്തൊരു രീതിയിൽ നീ എന്നെ പാലിക്കെന്നായി. ഗുരുവായൂരപ്പ മറ്റൊരാളുടെ മുമ്പിലും ഒന്നും ആവശ്യപ്പെടാൻ തോന്നരുതേ എന്ന് പ്രാർത്ഥിച്ചില്ലേ? അപ്പൊ ഉത്തമ ഭക്തന്മാരുടെ ലക്ഷണം അതാണ്, ഭഗവാനോട് ഒന്നും ചോദിക്കാതിരിക്കുക. ഇത് വെറുതെ ആ ഒരു ഭംഗിവാക്ക് പറഞ്ഞല്ല. ഭഗവാൻ തന്നെ വേറെ സ്ഥലത്ത് പറയുന്നുണ്ട്, മൽഭക്തേച്ഛതി മദ്വിനാന്യൽ. എന്റെ ഭക്തൻ എന്നെ അല്ലാതെ മറ്റൊന്നും ആഗ്രഹിക്കില്ല എന്ന്. അപ്പൊ ഭക്തന്റെ നിർവചനം, ഭക്തന്റെ ലക്ഷണം. ആരാണ് ഭക്തൻ എന്ന് ചോദിച്ചാൽ നമ്മൾ തന്നെത്താനെ മാർക്കിട്ടാ പോരാ. ഞാൻ വലിയ ഭക്തനാണെന്ന് ഞാൻ തന്നെ മാർക്കിട്ടാ വല്ല വിലയുണ്ടോ? ഞാൻ ഭക്തനാണോ ഒരാൾ ഭക്തനാണോ അല്ലെന്ന് ആരാ തീരുമാനിക്കേണ്ടത്? ആരാ? ഗുരുവായൂരപ്പൻ തീരുമാനിക്കണം. ഗുരുവായൂരപ്പനായിട്ടൊരു മാനദണ്ഡം വെച്ചിട്ടുണ്ട്. എന്താ മാനദണ്ഡം എന്നറിയോ? മൽഭക്തേച്ഛതി മദ്വിനാന്യൻ. എന്നെ അല്ലാതെ മറ്റൊന്നും ആഗ്രഹിക്കാത്ത ആളാണ് എൻ്റെ ഭക്തൻ. ഭഗവാനെ അല്ലാതെ മറ്റൊന്നും ആഗ്രഹിക്കാതിരിക്കുക. നമുക്കൊക്കെ അങ്ങനെയാണോ? ഗുരുവായൂർ തൊഴാൻ പോകുമ്പോഴും മനസ്സൊക്കെ എവിടെയാവും? എന്തിനാ പറയുന്നത്? ഒരു 1000 രൂപയുടെ ചെരുപ്പ് പുറത്തിട്ട് അകത്ത് തൊഴാൻ പോയാൽ മനസ്സിൽ മുഴുവൻ എന്തായിരിക്കും എന്നറിയോ? അല്ലേ? ഇതാണ് ഞാൻ ഒരു സ്ഥലത്ത് ഒരു അമ്പലത്തിൽ ചെന്നപ്പോൾ, കേരളത്തിലല്ല, കേരളത്തിന് പുറത്തൊരു അമ്പലത്തിൽ ചെന്നപ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്,
അഹങ്കാരവും ചെരുപ്പും പുറത്തിടുക എന്ന്. അഹങ്കാരവും ചെരുപ്പും പുറത്തിടുക. അല്ലേ? അപ്പോൾ മനസ്സെപ്പോഴും ഈ വിഷയങ്ങളിലേക്ക് പോവും. ഭഗവാന്റെ മുമ്പിൽ ചെല്ലുമ്പോഴും മനസ്സ് പോകണില്ല. പക്ഷേ മാർക്കണ്ഡേയന്റെ ആ മഹത്വം കണ്ടോ? മാർക്കണ്ഡേയൻ പറഞ്ഞു, അടിയന് യാതൊന്നും വേണ്ട, അവിടുത്തെ കാണാൻ സാധിച്ചില്ലേ, അത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യം, മറ്റൊന്നും ആഗ്രഹമില്ല എന്നായി. അപ്പോൾ ഭഗവാൻ നിർബന്ധമായിട്ട് ചോദിച്ചു എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവസാനം പറഞ്ഞു, മാർക്കണ്ഡേയന്റെ അപകടം ചോദിച്ചു. ദൃക്ഷ്യ മായാം, മായ കണ്ടാൽ കൊള്ളാമെന്ന് പറഞ്ഞു. മായ കണ്ടാലും കുഴപ്പമാണ്. ഭാഗവത്തിൽ രണ്ടുപേരിങ്ങനെ മായ കാണാമെന്ന് ആഗ്രഹിച്ചു വരുന്നത്, രണ്ടുപേരാണ്. അതിലൊന്ന് പാലാഴി മഥനം കഴിഞ്ഞപ്പോൾ മഹാദേവന് തോന്നിയില്ലേ, മായ കാണണം തോന്നി. അതിൻ്റെ അടുത്ത് പറ്റി കാമാരിയായിട്ടുള്ള മഹാദേവൻ, കാമദേവനെ പോലും ദഹിപ്പിച്ച മഹാദേവൻ തൻ്റെ അടുത്ത് നിൽക്കുന്ന പാർവതിയെ പോലും മറന്ന് ഒരു പെൺകുട്ടിയുടെ പുറകെ ഓടിയില്ലേ? ഇല്ലേ? മായ കണ്ടാലും കുഴപ്പമാണ്. അജാമളൻ എന്താ പറ്റിയത്? അജാമളൻ മായ കണ്ടല്ലേ ഉള്ളൂ, അല്ലേ? മായ കണ്ടാലും കുഴപ്പമാണ്, മായ കേട്ടാലും കുഴപ്പമാണ്. കാരണം നമ്മുടെ ഇന്ദ്രിയങ്ങളെ പെട്ടെന്ന് ആകർഷിക്കാനുള്ള ശക്തി മായയ്ക്കുണ്ട്. ഇന്ദ്രിയങ്ങളെ പെട്ടെന്ന് ആകർഷിക്കും. ഇന്ദ്രിയങ്ങൾ ആകർഷിക്കപ്പെട്ടാൽ മനസ്സതിൽ പെട്ടുപോകും. ഇന്ദ്രിയങ്ങളെ പിടിച്ച് വിഷയങ്ങളിലേക്ക് വലിക്കാനുള്ള ശക്തി മായയ്ക്കുണ്ട്. അതുകൊണ്ട് മായ വളരെ അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് മമ മായ ദുരത്യയ, എന്റെ മായയെ ജയിക്കാൻ ആർക്കും സാധ്യമല്ല എന്ന് പറഞ്ഞു. അത്ര അപകടമാണ് മായ. ഉപനിഷത്തിലൊക്കെ പറയുമ്പോൾ ഭദ്രം കർണേഭിശൃണിയ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നല്ലതേ കേൾക്കാവൂ, നല്ലതേ കാണാവൂ, നല്ലതേ പറയാവൂ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ചീത്ത വിഷയങ്ങൾ കണ്ടാലും നമ്മുടെ മനസ്സിലെ ചീത്ത വാസനകൾ ഉണരും. വളരെ ശ്രദ്ധിക്കണം. പലരും ഇത് പറയാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറയണം. കണ്ടാൽ എന്താ കുഴപ്പം, കേട്ടാൽ എന്താ കുഴപ്പം, ചെയ്യാതിരുന്നാൽ പോരെ പറയാറില്ലേ? കണ്ടാൽ വല്ല കുഴപ്പമുണ്ടോ? കേട്ടാൽ കുഴപ്പമുണ്ടോ? ചെയ്യാതിരുന്നാൽ പോരെ? കണ്ടാലും കുഴപ്പമുണ്ട്. കാരണം നമ്മുടെ ഉള്ളിൽ രണ്ടു തരം വാസനകൾ ഉണ്ടാവും. ശ്രദ്ധിക്കണം. നല്ല വാസന ഉണ്ടാവും, ചീത്ത വാസന ഉണ്ടാവും. വാസന എന്ന് പറഞ്ഞാൽ എന്താ? ഈ വാസനയല്ല. ഒരിക്കൽ നമ്മളൊരു കർമ്മം ചെയ്താൽ വീണ്ടും ആ കർമ്മം ചെയ്യണം എന്നുള്ള ഒരു അഭിരുചി നമുക്ക് അതിൽ വരിക. നിരന്തരം ആ കർമ്മം ചെയ്തുകൊണ്ടിരുന്നാൽ പിന്നെ നമുക്കത് ഉപേക്ഷിക്കാൻ വയ്യാണ്ടാവും. ഇപ്പോൾ രാമകൃഷ്ണൻ പറയുന്ന പോലെ കർപ്പൂരം എടുത്ത പാത്രം പോലെയാന്ന് പറയും. കർപ്പൂരം വെച്ച പാത്രം, കർപ്പൂരം എടുത്തു കഴിഞ്ഞാലും പാത്രത്തിൽ അതിൻ്റെ വാസന ഉണ്ടാവില്ലേ? ഇല്ലേ? എന്ന പോലെ നമ്മുടെ മനസ്സിൽ കർമ്മവാസന ഉണ്ടാവും, നല്ലതും ചീത്തയും ഉണ്ടാവും. നല്ല കാര്യങ്ങൾ കാണുമ്പോൾ നമ്മുടെ നല്ല വാസനയ്ക്ക് ബലം കിട്ടും. ചീത്ത കാര്യങ്ങൾ കേൾക്കുമ്പോഴോ ചീത്ത വാസനയ്ക്ക് ബലം കൂടും. ഇപ്പം ഇതുപോലെ സത്സംഗത്തിൽ വന്ന് ഭാഗവതം കേൾക്കുമ്പോൾ നമ്മുടെ നല്ല വാസനകൾ വർദ്ധിക്കും. ചീത്ത കാര്യങ്ങൾ കാണുമ്പോൾ ചീത്ത വാസനകൾ വർദ്ധിക്കില്ലേ? അതുകൊണ്ടാണ് ചീത്ത കാണരുത്, ചീത്ത കണ്ടാൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ കണ്ടാലും കുഴപ്പമുണ്ട്, കണ്ട വാസനകൾക്ക് ബലം കൂടും. അതുകൊണ്ട് മായ നമ്മുടെ ചീത്ത വാസനകളെ വേഗം വർദ്ധിപ്പിക്കും. അതുകൊണ്ടാണ് മായ കാണരുത്, മായ കേൾക്കരുത് എന്നൊക്കെ പറയുന്നത്. അല്ലാണ്ട് പക്ഷെ നമുക്ക് മായ കാണാതിരിക്കാൻ പറ്റുമോ? ലോകത്തിൽ മായയല്ലേ ഉള്ളൂ. പക്ഷെ മായയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കാണുക, മായയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കാണുക. രാമകൃഷ്ണ പരമഹംസർ ഉദാഹരണം പറയും. ഒരു സ്ഥലത്ത് ഒരു സ്ത്രീ ഇങ്ങനെ മാദകമായിട്ട് നൃത്തം ചെയ്യാണ്, മാദക നൃത്തം. അവിടെ കാഴ്ചക്കാരൊക്കെ അത് കണ്ടങ്ങനെ രസിച്ചിരിക്കുക. ഒരാൾക്കറിയാം അതൊരു പുരുഷൻ വേഷം കെട്ടിയതാണ്. അപ്പം എങ്ങനെ ഇരിക്കും? നൃത്തം വളരെ മാദകമാണ്, എല്ലാവരും അത് ആസ്വദിക്കുന്നുണ്ട്. പക്ഷെ അതേ കൂട്ടത്തിൽ ഒരാൾക്കറിയാം അത് പുരുഷൻ സ്ത്രീ വേഷം കെട്ടിയതാണെന്നറിയാം. അപ്പോഴോ വല്ല മാദകത്വം തോന്നുമോ? അല്ലേ? അപ്പൊ സത്യം പറഞ്ഞാൽ പിന്നെ മായയെ നമുക്ക് ഭ്രമം തോന്നില്ല. അപ്പൊ മാർക്കണ്ഡേയൻ മായ കാണണമെന്ന് ആഗ്രഹിച്ചത് അപകടമായി. മായ കാണണമെന്ന് ആഗ്രഹിച്ചു, അവരനുഗ്രഹിച്ചു. ദക്ഷ്യമായാം യയാലോക സപാലോ വേദസദ്ഭിധാം. ദക്ഷ്യമായാം, മായ ഒന്ന് കണ്ടാ കൊള്ളാന്ന് പറഞ്ഞു. നരനാരായണ മഹർഷിമാർക്ക് ചിരി വന്നു. അപകടം ആരെങ്കിലും ചോദിച്ചു വാങ്ങാറുണ്ടോ? ഭഗവാൻ എനിക്ക് കുറച്ച് അപകടം തരണമെന്ന് ആരെങ്കിലും പ്രാർത്ഥിക്കുക? അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒരാളാരാ? കുന്തിദേവി. വിപത സന്തുന ശശ്വൽ, എനിക്ക് എപ്പോഴും ദുഃഖം വരണമെന്ന് ഒരാളെ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. പക്ഷെ അതേപോലെ അപകടം വേണമെന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റുമോ? മാർക്കണ്ഡേയന്റെ ആ ചോദ്യം കേട്ടപ്പോൾ, പ്രാർത്ഥന കേട്ടപ്പോൾ നരനാരായണ മഹർഷിമാർക്ക് ചിരി വന്നു. അവരൊന്നും മിണ്ടിയില്ല, ചിരിച്ചങ്ങനെ പറഞ്ഞു. കുറച്ചങ്ങനെ കഴിഞ്ഞപ്പോഴേക്കും അന്തരീക്ഷം ആകെ മാറി. പുഷ്പഭദ്രാദിയില് വെള്ളം അങ്ങനെ കലങ്ങി ഒഴുകാൻ തുടങ്ങി. ആകാശത്ത് മഴക്കാറുകൾ ഇരുണ്ട് കൂടാൻ തുടങ്ങി. ഭയങ്കരമായിട്ടുള്ള കൊടുങ്കാറ്റ് അടിക്കാൻ തുടങ്ങി. ഇടിമിന്നലും പേമാരിയും തുമ്പക്കൈ വണ്ണത്തിൽ മഴ ഇങ്ങനെ പെയ്ത് പുഷ്പഭദ്രയിലെ വെള്ളം അങ്ങനെ പൊങ്ങി. തടിക്കഷ്ണങ്ങളും അതുപോലെ തന്നെ മൃഗങ്ങളുടെ ശരീരങ്ങളൊക്കെ ഒലിച്ചു വരാൻ തുടങ്ങി. പുഴ അങ്ങോട്ട് കലങ്ങി മറിഞ്ഞ് ഒഴുകി. മാർക്കണ്ഡേയൻ ഇരിക്കുന്ന പാറപ്പുറത്തൊക്കെ വെള്ളം കയറി. ആശ്രമത്തിൽ വെള്ളം കയറി. മാർക്കണ്ഡേയന്റെ കാല് നനഞ്ഞു, അര നനഞ്ഞു, കഴുത്ത് വരെ വെള്ളമായി. മാർക്കണ്ഡേയൻ വെള്ളത്തിൽ അങ്ങോട്ട് മുങ്ങി. ശ്വാസം കിട്ടാതായി. തല ഒന്ന് പൊക്കി. തല പൊക്കി ഒരു ശ്വാസം കൂടെ വലിച്ചപ്പോഴേക്കും ഒരു മത്സ്യം കടിച്ച് താഴത്തേക്ക് വലിക്കുക.
അതിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോഴേക്ക് വേറൊരു മത്സ്യത്തിൻ്റെ വായിൽപ്പെടുക. ഇടയ്ക്കൊന്ന് തലപൊക്കും, അപ്പോൾ ഒരു ശ്വാസം കിട്ടും, അപ്പോഴേക്ക് വേറൊരു മത്സ്യം പിടിച്ച് വലിക്കും. തലപൊക്കി നോക്കുമ്പോൾ കര കാണാനേ ഇല്ല. രാത്രിയാണോ പകലാണോ എന്ന് അറിഞ്ഞുകൂടാ. ചുറ്റും വെള്ളം മാത്രം. വെള്ളം ദാഹിച്ചിട്ട് വയ്യ, വെള്ളം കുടിക്കാനും നിവൃത്തിയില്ല, ഒക്കെ ഉപ്പുവെള്ളം. ഇങ്ങനെ മാർക്കണ്ഡേയൻ മുങ്ങിയും പൊങ്ങിയും എത്ര കാലം കടന്നുപോയി എന്ന് അറിഞ്ഞുകൂടാ. ദിവസങ്ങളിങ്ങനെ കടന്നുപോയി. ചുറ്റുപാടും വെള്ളം മാത്രമേ ഉള്ളൂ, കരയില്ല, ദിക്ക് ഏതാന്ന് അറിഞ്ഞൂടാ, സമയം ഏതാന്ന് അറിഞ്ഞൂടാ. ഇതാണ് മായയിൽപ്പെട്ടാലത്തെ അവസ്ഥ. മായാഭ്രമത്തിൽപ്പെട്ട ഒരാള് കാലദേശങ്ങൾ അറിയണില്ല, കാലത്തിനെ കുറിച്ചൊരു ബോധം ഇല്ലാതാവുക. ഉദാഹരണത്തിന് പുരഞ്ജനോപാഖ്യാനത്തില് പുരഞ്ജനയുടെ അടിമയായിട്ട് കഴിഞ്ഞ കാലത്ത് ദിവസം കടന്നുപോയത് അറിഞ്ഞില്ല എന്ന് പറയണ്ടേ. മായയിൽപ്പെട്ട ആള് സ്ഥലകാലബോധം ഇല്ലാതാവുകയാണ്. അതായാലും മാർക്കണ്ഡേയന് സ്ഥലകാലബോധം ഇല്ലാതായി. വിശപ്പ്, ദാഹം എന്തൊക്കെയാണെന്നറിയില്ല. മാർക്കണ്ഡേയൻ മുങ്ങ ഇടയ്ക്കൊന്ന് വെള്ളം കുടിക്കുക, ഇങ്ങനെ പല പ്രാവശ്യമായി. സമയം അറിയണില്ല. ഒരു പ്രാവശ്യം ഇങ്ങനെ തല പൊക്കിയപ്പോഴാണ് വടക്ക് കിഴക്ക് മൂലയ്ക്ക് ഒരു നീലപ്രകാശം കണ്ടു അത്രേ. മാർക്കണ്ഡേയൻ വളരെ കഷ്ടപ്പെട്ട് നീന്തി അവിടെ എത്തി. അവിടെ എത്തുമ്പോഴാണ് അത്ഭുതകരമായിട്ടൊരു കാഴ്ച കണ്ടു അത്രേ. ഒരു ആൽമരം, അതിൻ്റെ കമ്പ് മാത്രം ചാഞ്ഞ് അതിൻ്റെ ഇല ഇങ്ങനെ വെള്ളത്തിൽ പൊങ്ങി കാണാം. അതിലാണ് ഈ മനോഹര രൂപം. പ്രൈക്ഷിട്ട ദൂരെ വടതളശയനം കഞ്ചിത് ആശ്ചര്യബാലം ത്വാമേവ ശ്യാമളംഗം വദന സരസജന്യസ്തപാദാങ്കുലീയം. അതിമനോഹരമായൊരു കാഴ്ച കണ്ടു അത്രേ. കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്നം വടസ്യ പത്രസ്യ പുടേശയാനം ബാലം മുകുന്ദം മനസാ സ്മരാമി. സംഹൃത്യ ലോകം വടപത്രമധ്യേ ശയാനമാദ്യന്തവിഹീനരൂപം സർവേശ്വരം സർവഹിതാവതാരം ബാലം മുകുന്ദം മനസാ സ്മരാമി. അത്ഭുതകരമായിട്ടുള്ള കാഴ്ച കണ്ടുവെന്നാണ്. ഈ കാഴ്ച കാണിക്കാനാണ് ഈ കഥ പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ലേ, മഹാവിഷ്ണുവിൻ്റെ വടപത്രശായി എന്നുള്ള ഭാവം കാണിക്കാനാണ് ഈ കഥ മുഴുവൻ പറഞ്ഞത്. വടപത്രശായി ആയിട്ടുള്ള വിഷ്ണുവാണത്തെ. വടപത്രം എന്ന് പറഞ്ഞാൽ ആൽമരം, അതിൻ്റെ ഇല, ആലില. ഈ വടത്തിനെ കുറിച്ച്, ആൽമരത്തിനെ കുറിച്ച് പുരാണങ്ങളിലൊക്കെ, ഇപ്പൊ ഭഗവത്ഗീതയിലെ ഊർധമൂലം അധശാകം അല്ലേ, ഊർധമൂലം അധശാകം, അശ്വത്ഥം പ്രാഹുരവ്യയം. അശ്വത്ഥം ആൽമരത്തിൻ്റെ ഒരു പര്യായമാണ് അശ്വത്ഥം. എന്താ അർത്ഥം? ഇപ്പോഴുള്ളതെന്നർത്ഥം. നാളെ ഉണ്ടാവുമെന്ന് പറയാൻ വയ്യ, ഇന്നലെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അറിഞ്ഞൂടാ. പ്രപഞ്ചത്തിനെ എന്താ അശ്വത്ഥമായിട്ട് സങ്കല്പിക്കുക? പ്രപഞ്ചത്തിലെ നമ്മുടെ എല്ലാ അനുഭവങ്ങളും തൽക്കാലത്തേക്കുള്ളൂ, ഈ നിമിഷത്തിലേ ഉള്ളൂ. അടുത്ത നിമിഷത്തിൽ ഉണ്ടാവുമെന്നറിയില്ല, ഇതിനു മുമ്പ് ഉണ്ടായിരുന്നോ നമുക്കറിയില്ല. പ്രപഞ്ചത്തിന്റെ സ്വരൂപം അങ്ങനെയല്ലേ? അതാണ് ജഗത്ത്. എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. പരിശോധിച്ചാൽ ഇല്ല, അനുഭവത്തിലുണ്ട് താനും. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ മാല ഇപ്പം നമ്മുടെ മുമ്പിലുണ്ട്. ആ മാലയിൽ നിന്ന് പൂവും വള്ളിയും എടുത്ത് മാറ്റിയാലോ? ഇപ്പൊ മാല ഉണ്ടെന്ന് പറയണോ ഇല്ല എന്ന് പറയണോ? ഇത് പറയും. ഇപ്പൊ നമ്മൾ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, ഈ വസ്ത്രത്തിൽ നിന്ന് നൂലൊക്കെ എടുത്ത് മാറ്റിയാലോ? അപ്പൊ നമ്മൾ വസ്ത്രം ധരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ശരിയാണോ? വസ്ത്രം ധരിച്ചിട്ടില്ലാതെ നമ്മളിവിടെ ഇരിക്കുമോ? ആലോചിച്ച് നോക്കുക. ഇതാണ് അത്ഭുതം. അനുഭവത്തിൽ സത്യമാണ്, പരിശോധിച്ച സത്യമല്ല. അനുഭവത്തിൽ മാത്രം സത്യമാണ്, അത് അപ്പം മാത്രമേ സത്യമാവുള്ളൂ. നാളെ ഈ മാല ഇങ്ങനെ ഉണ്ടായിക്കൊള്ളുന്നില്ല, ഇന്നലെ ഈ മാല ഉണ്ടായിരുന്നെന്നും പറയാൻ വയ്യ, ഇപ്പൊ മാത്രമേ ഉള്ളൂ. സ്വകാലേ സത്യവൽഭാതി. അനുഭവത്തിൽ സത്യമാണ്, പരിശോധിച്ച സത്യമല്ല. അതിന് ആചാര്യസ്വാമികൾ നിർവചിക്കുമ്പോൾ യുക്തിഹീന പ്രകാശസജ്ഞ എന്ന് പറയും. യുക്തി ഇല്ലാത്ത ഒരു അനുഭവമാണ് മായ. യുക്തി ഇല്ല എന്ന അനുഭവം ഉണ്ട് താനും. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് സ്വപ്നം. ഒരു ആചാര്യൻ പറഞ്ഞിട്ടുണ്ട്, ഈ സ്വപ്നം എന്ന് പറഞ്ഞൊരു അവസ്ഥ ഈശ്വരൻ നമുക്ക് തന്നില്ലായിരുന്നെങ്കിൽ മായ എന്താന്ന് നമുക്ക് മനസ്സിലാവില്ല. സ്വപ്നം എന്നൊരു അവസ്ഥ നമുക്ക് തന്നില്ലായിരുന്നെങ്കിൽ മായ എന്താന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. സ്വപ്നം നമുക്ക് സത്യമായിട്ട് തോന്നാറില്ല ആ സമയത്ത്, അല്ലേ? ഇപ്പോൾ എറണാകുളത്ത് കിടന്നുറങ്ങുന്ന ആള് തൃശ്ശൂർ പൂരം കാണാൻ പോകും. കർക്കിടക മാസത്തിന് മൂടി പുതച്ച് കിടക്കുന്ന ആള് തൃശ്ശൂർ പൂരം കാണും. അവിടെ തേക്കങ്കാട് മൈതാനവും വെടിക്കെട്ടും ആകെപ്പാടെ 15 അടിയുള്ള പുറിക്കാണ് കിടപ്പ്. അവിടെയാണ് വെടിക്കെട്ടും മേളമൊക്കെ നടക്കണം, അല്ലേ? ആ സമയത്ത് രാത്രി ചൂടുള്ള കാപ്പി മേടിച്ച് ഊതി കുടിക്കും, അല്ലേ? സ്വപ്നത്തിൽ ചൂടുള്ള കാപ്പി കിട്ടിയാലും ഊതിയെ കുടിക്കുള്ളൂ, അല്ലേ? സ്വപ്നത്തിൽ വീശും, ചെയ്യില്ലേ? അപ്പൊ ഒക്കെ സത്യമാണ് ആ സമയത്ത്. ഈ ജാഗ്രതയിൽ എന്തൊക്കെ അനുഭവിക്കണ്ടോ അതൊക്കെ സ്വപ്നത്തിന് സത്യമല്ലേ, അല്ലേ? പക്ഷേ അവിടെ ആരാ ഈ രാത്രി ആന ഉണ്ടാക്കിയത്? ആരാ വെടിക്കെട്ടുണ്ടാക്കിയത്?
ആരാ ചൂടുള്ള കാപ്പി കൊണ്ട് തന്നത്? ആരാ ഊതി കുടിച്ചത്? ഞാൻ തന്നെ. ഇതൊക്കെ സൃഷ്ടിച്ചത് ഞാനാണ്, അനുഭവിച്ചത് ഞാനല്ലേ. അപ്പൊ അതിലെന്താ യുക്തി? എറണാകുളത്ത് കിടന്നുറങ്ങുന്ന ആള് തൃശ്ശൂർ പൂരം കണ്ടു എന്ന് പറഞ്ഞാൽ അതെങ്ങനെ യുക്തിക്ക് നിരക്കോ? എന്നാ അനുഭവമില്ലേ? അനുഭവിച്ചിട്ടുണ്ട്. തൃശ്ശൂർ പൂരം കണ്ട് ഉണർന്നു കഴിയുമ്പോഴല്ലേ അത് സ്വപ്നാന്ന് മനസ്സിലാവുള്ളൂ. ആ സമയത്ത് യുക്തിയൊന്നും പ്രവർത്തിക്കുന്നില്ല. ഒരാള് ഭാഗ്യക്കുറി ടിക്കറ്റ് മേടിച്ചു എന്ന് വിചാരിക്കുക. ഭാഗ്യക്കുറി ടിക്കറ്റ് മേടിച്ചു, ഭാഗ്യക്കുറി അടിച്ചു 100 കോടി രൂപ. സ്വപ്നത്തിലാവുമ്പോൾ കുറയ്ക്കണ്ടല്ലോ അല്ലേ? 100 കോടി രൂപ ഭാഗ്യക്കുറി അടിച്ചു. ഇയാള് ഈ ടിക്കറ്റ് കൊണ്ട് ബാങ്കിൽ കൊടുത്തു. ബാങ്കുകാർ ചൂടാറാത്ത നോട്ട് കെട്ടത്ത് മുമ്പിൽ വെച്ചു. ഇയാൾ ഇങ്ങനെ എണ്ണിക്കൊണ്ട് വെക്കുക. അപ്പോഴാണ് ഭാര്യ ഒന്ന് വിളിച്ച് മണി 6 എണീക്കാൻ. കുറച്ച് കഴിഞ്ഞ് വിളിച്ചെങ്കിൽ എണ്ണി തീർന്നേനെന്ന് പറയോ? കുറച്ച് കഴിഞ്ഞ് വിളിച്ചെങ്കിൽ എണ്ണി തീർന്നേനെ പറയില്ലല്ലോ. കാരണം യുക്തി വന്നപ്പോൾ എന്ത് പറ്റി? സ്വപ്നം ഇല്ലാതായി. ശരിയല്ലേ? യുക്തി വന്നപ്പോൾ സ്വപ്നം ഇല്ലാതായി. യുക്തിപൂർവ്വം ബുദ്ധിപൂർവ്വം സ്വപ്നം കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ അനുഭവങ്ങളുണ്ട്, പക്ഷെ യുക്തിയില്ല. ഇതാണ് മായയുടെ സ്വരൂപം. അപ്പോൾ പ്രപഞ്ചം മായയാണെന്ന് പറയുമ്പം പ്രപഞ്ചം ഇല്ലാത്താണെന്നുള്ള അർത്ഥത്തിലല്ല. നമ്മുടെ പുരാണങ്ങളിലൊക്കെ ഈ പ്രപഞ്ചം മുഴുവൻ മായയാണെന്ന് പറയുമ്പോൾ ഇതൊന്നും ഇല്ലാത്തതെന്നുള്ള അർത്ഥമേ ഇല്ല. യാമാ സാമായ, പരിശോധിച്ചാൽ ഇല്ലാത്തത് അനുഭവത്തിലുള്ളതാണ്. പ്രപഞ്ചത്തിലെ സകല അനുഭവങ്ങളും അനുഭവത്തിൽ മാത്രമേ ഉള്ളൂ. അനുഭവത്തിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാൽ അതില്ല. സപ്രപഞ്ചം അതിരൂഢ സമാധിയോഗ സ്വാപ്നം പുനർന്ന ഭജതേ പ്രതിബുദ്ധ വസ്തു. കാബിലത്തിലെ 3-ാമത്തെ സന്ധത്തിൽ കാബിലത്തിൽ പറയും, ഒരാൾ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാൽ സ്വപ്ന വസ്തുക്കളൊന്നുമില്ലല്ലോ എന്ന പോലെ നമ്മളിപ്പോൾ അനുഭവിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഉയർന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ അനുഭവങ്ങളൊക്കെ മിഥ്യയാണെന്ന് അപ്പോഴേ മനസ്സിലാവുള്ളൂ. ഇപ്പോൾ അത് എത്ര പറഞ്ഞാലും നമുക്ക് മനസ്സിലാവില്ല. സംശയിക്കേണ്ട, ഇത് കേട്ടോണ്ടൊന്നും നമുക്ക് മനസ്സിലാവില്ല. കാരണം പറയുന്ന ആള് സ്വപ്നത്തിലാണ്, രണ്ടുപേരും സ്വപ്നത്തിലല്ലേ, പറയുന്ന ആളും സ്വപ്നത്തിലല്ലേ. അപ്പൊ സ്വപ്നത്തിലിരുന്നാണ് ഈ പറയണതൊക്കെ കേൾക്കുന്നത് സ്വപ്നത്തിലാണ്. അത് എത്രയായാലും മനസ്സിലാവില്ല. രണ്ടുപേരും ഒരു മുറിക്കകത്ത് 2 പേര് ഉറങ്ങാൻ കിടന്നു. 2 പേരും ഉറങ്ങുകയാണെങ്കിൽ പരസ്പരം ഉണർത്താൻ പറ്റുമോ? പരസ്പരം ഉണർത്താൻ പറ്റുമോ? ഒരാൾ ഉണർന്നാലേ മറ്റേ ഉണർത്താൻ പറ്റുള്ളൂ. ഇനി ഒരാൾ ഉണർന്നപ്പോൾ മറ്റേ ഉണർന്നിട്ടില്ല. അയാൾ സ്വപ്നത്തിൽ കിടന്നിങ്ങനെ ഗോഷ്ഠി കാണിക്കാതിരിക്കുക. ഉണർന്ന ആൾ അത് കണ്ട് ചിരിക്കില്ലേ? ഇതുപോലെയാണ് ഉണർന്ന ആളുകൾ നമ്മളെ നോക്കി ചിരിക്കുക. നമ്മൾ എന്തൊക്കെ ഗോഷ്ഠിയാ കാണിക്കുന്നതല്ലേ? മായ കാട്ടും വിലാസങ്ങൾ കാണുമ്പോൾ ജായ കാട്ടും വിലാസങ്ങൾ ഗോഷ്ഠികൾ. അപ്പോൾ ഉണർന്ന ആൾക്ക് ഇത് മായയാണെന്ന് മനസ്സിലാവുള്ളൂ. മാർക്കണ്ഡേയൻ ഉണർന്നതാണ്. അതാണ് കരാരവിന്ദേന പദാരവിന്ദം. ഇതെന്താ അങ്ങനെ പറയാൻ കാരണം? ഈ കാലും അല്ലെ, താമരപ്പൂ പോലെ മനോഹരമായിട്ടുള്ള കുഞ്ഞിക്കൈ കൊണ്ട് താമരപ്പൂ പോലെ മനോഹരമായ കുഞ്ഞിക്കാലെടുത്ത് താമരപ്പൂ പോലെ മനോഹരമായ ചുണ്ടിലേക്ക് ചേർത്ത് വയ്ക്കുകയല്ലേ. അപ്പൊ കാലും തലയും ഒന്നായി കഴിഞ്ഞാൽ വൃത്താകൃതിയായില്ലേ ഇല്ലേ? ഒരു വൃത്തത്തിന് ആദിയും അന്തമുണ്ടോ? വൃത്തം എവിടുന്നാ തുടങ്ങിയത്, വൃത്തം എവിടെ അവസാനിക്കണമെന്ന് പറയാൻ പറ്റുമോ? വരച്ച ആൾക്ക് പോലും പറയാൻ പറ്റില്ല. ഒരു വൃത്തം വരച്ചിട്ട് ഈ വൃത്തത്തിന്റെ തുടക്കം അവസാനം എവിടെയാന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുമോ? അഖണ്ഡമായ ആ സച്ചിദാനന്ദമാണ് ബ്രഹ്മം. അതിന്റെ സഗുണഭാവമാണ് കരാരവിന്ദേന പദാരവിന്ദം. അഖണ്ഡമായ ആ സച്ചിദാനന്ദ വൃത്തിയെ കാണിക്കാനാണ് വൃത്താകാരത്തിൽ കാണിക്കുക. ഇതെല്ലാ സമ്പ്രദായത്തിലുണ്ട്. ഇതിപ്പോ വൈഷ്ണവ സമ്പ്രദായത്തിലാണ് ഈ പറഞ്ഞത്. ശൈവ സമ്പ്രദായത്തിലുണ്ട്, ശാക്തേയ സമ്പ്രദായത്തിലുണ്ട്. ശൈവ സമ്പ്രദായത്തിലെ തർക്കമുദ്രയും വൃത്താകാരത്തിലാണ്. ഇങ്ങനെയല്ലേ തർക്കമുദ്ര കാണിക്കുക? അതെന്താ? ഈ ചൂണ്ടുവിരല് ജീവൻ, മറ്റു 3 ഗുണങ്ങൾ, തള്ളവിരല് ബ്രഹ്മം. അപ്പൊ ചൂണ്ടുവിരലാവുന്ന ജീവൻ തള്ളവിരലാവുന്ന ബ്രഹ്മത്തിൽ ചേർന്ന് മറ്റു 3 ഗുണങ്ങളെ അകറ്റി നിർത്തുക. മറ്റു 3 ഗുണങ്ങളെ വിട്ട് ജീവൻ ബ്രഹ്മത്തോട് ചേരുന്ന അവസ്ഥയാണ് തർക്കമുദ്രയുടെ തത്വം. ഇത് ഞാൻ പറഞ്ഞതല്ല, ചട്ടമ്പിസ്വാമികൾ പറഞ്ഞ് മനസ്സിലാക്കിയെന്നൊരു കഥയുണ്ട്. ചട്ടമ്പിസ്വാമികൾ ഇങ്ങനെ വ്യാഖ്യാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജീവബ്രഹ്മ ഐക്യമാണ് തർക്കമുദ്ര. ജീവനും ബ്രഹ്മവും ഒന്നായി കഴിഞ്ഞാൽ വൃത്താകാരത്തിലായി. അതിന് തുടക്കം അവസാനമില്ല. അതുപോലെ ശാക്തേയ സമ്പ്രദായത്തിലെ ശ്രീചക്രം, അവിടെയുണ്ട് ചക്രം അല്ലേ? അപ്പോൾ ശൈവ സമ്പ്രദായത്തിലും വൈഷ്ണവ സമ്പ്രദായത്തിലും ശൈവ സമ്പ്രദായത്തിലും ഒക്കെ ഉണ്ട്. അത് ഓരോരുത്തരും ഓരോ രൂപത്തിൽ പറയണമെന്നേ ഉള്ളൂ. ഈ അഖണ്ഡമായ സച്ചിദാനന്ദ സ്വരൂപത്തിനെയാണ് ഇവിടെ കാണിച്ചു തരിക. അത് സഗുണഭാവത്തിൽ കണ്ടാലേ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ അഹം ബ്രഹ്മ പരന്ധാമ അസ്പഷ്ടം ദൃഷ്ടമാത്രേ, ഒരു പിടിയും കിട്ടില്ല. നേരെ മറിച്ച് കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം വടസ്യ പത്രസ്യ പുടേശയാനം
ബാലം മുകുന്ദം മനസാ സ്മരാമി. അതെങ്ങനെയാ? വെറുതെ കിടക്കുകയല്ല. സംഹൃത്യലോകാൻ വടപത്രമധ്യേ ശയാനം ആദ്യന്തവിഹീന രൂപം. അത് ശ്രദ്ധിക്കണം. ആദിയും അന്തവും ഇല്ലാത്തത്. ആദിയും അന്തമില്ലാത്തത് എന്താ? ബ്രഹ്മം. ബ്രഹ്മത്തിന് ആരംഭമില്ല, ബ്രഹ്മത്തിന് അവസാനമില്ല. കാരണം അത് ബ്രഹ്മമായതുകൊണ്ട്. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ അർത്ഥം അറിയോ? എന്താവും അല്ലേ? ബൃഹത്തായത്, എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്ന, ഓൾ പെർവൈഡിങ്, എല്ലായിടത്തും ഉള്ളത്. മറ്റൊരു വസ്തു ഇല്ല. മറ്റൊരു വസ്തു ഉണ്ടെങ്കിൽ ഇത് പരിമിതമാവും. രണ്ടാമതൊരു വസ്തു ഉണ്ടെങ്കിൽ ഒന്ന് പരിമിതമാകില്ലേ? ഇപ്പൊ രണ്ടാമതൊരു വസ്തു ഇല്ലാത്തതുകൊണ്ട് അതിന് അദ്വൈതം എന്നും പറയും. അദ്വൈത ബ്രഹ്മം, സത്യം, ശിവം, സുന്ദരം എന്നൊക്കെ പറയാൻ കാരണം അത് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നതാണ്. അപ്പൊ അത് നിർഗുണ രൂപത്തിൽ പറഞ്ഞാൽ നമുക്കത് മനസ്സിലാവില്ല. അപ്പൊ അതിനൊരു സഗുണരൂപം കൊടുത്തു. സഗുണരൂപം കൊടുത്തപ്പോഴും അതിന് ആദ്യം ബന്ധം ഉണ്ടാകാൻ വയ്യല്ലോ. ആദ്യം ബന്ധവും വന്നാൽ ബ്രഹ്മത്തിന് ചേരില്ല. അതുകൊണ്ടാണ് കരാരവിന്ദേന പദാരവിന്ദം. രണ്ട് കാലും തലയും ചേർന്നപ്പോൾ അത് വൃത്താകാരത്തിലായി. അഖണ്ഡമായ സച്ചിദാനന്ദ ഭാവം. അതിന് ആരംഭമില്ല, അവസാനമില്ല. വൃത്തത്തിന് ആരംഭമുണ്ടോ അവസാനമുണ്ടോ? ഓ, വായനശാലയിലെ പുസ്തകം പോലെയാന്ന് പറയും പണ്ട്. എന്താ അറിയോ? അതിന് ആദ്യത്തെ പേജ് ഉണ്ടാവില്ല. വായനശാല പുസ്തകമല്ലേ? ആദ്യത്തെ 2 പേജ് ഉണ്ടാവില്ല, അവസാനത്തെ പേജ് ഉണ്ടാവില്ല. ബ്രഹ്മത്തിന് വേണമെങ്കിൽ അങ്ങനെ ഉപമിക്കാം അല്ലേ? അല്ലേ? അപ്പോ അഖണ്ഡമായ സച്ചിദാനന്ദമാണ് ഈ ബ്രഹ്മസ്വരൂപം. അത് മേൽപ്പത്തൂര് അതുകൊണ്ടാണ് ഗുരുവായൂരപ്പനോട് ചോദിച്ചു, ഗുരുവായൂരപ്പ എല്ലാവരും പറയാറുണ്ടല്ലോ, അധരം മധുരം, വദനം മധുരം, ഹസിതം മധുരം, ലസിതം മധുരം, മധുരാധിപതേ അഖിലം മധുരം എന്ന് പറയാറുണ്ട്. അപ്പൊ ഗുരുവായൂരപ്പ ഇതിലെവിടെയാ കൂടുതൽ മധുരം? അപ്പൊ ഗുരുവായൂരപ്പൻ ചോദിച്ചു, അതെങ്ങനെയാ പറയാ? ഒരു കഷ്ണം കൽക്കണ്ടം എടുത്ത് വെച്ചിട്ട് ഇതിന് എവിടെയാ കൂടുതൽ മധുരം എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുമോ? അപ്പൊ മേൽപ്പത്തൂര് പറഞ്ഞു, എന്നാൽ ഞാൻ പറയട്ടെ എന്ന് ചോദിച്ചു. പറഞ്ഞോളാൻ പറഞ്ഞു. മേൽപ്പത്തൂര് പറഞ്ഞു, ത്വദംഗേഷ്വധിക സുമധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവരുഷദ്യുതരുകുശലയം നാഥ തേ പാദമൂലം ത്വദംഗേഷ്വധിക സുമധുരം. ഗുരുവായൂരപ്പ അവിടുത്തെ അംഗങ്ങളിൽ വെച്ച് കുറച്ച് മാധുര്യം കൂടും. ഏതാ? ത്വദംഗേഷ്വധിക സുമധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷദ്യുതരുകുശലയം നാഥ തേ പാദമൂലം അധിക സുമധുരം. ഗുരുവായൂരപ്പ അവിടുത്തെ ശ്രീവാദങ്ങൾക്ക് കുറച്ച് മാധുര്യം കൂടുന്നു പറഞ്ഞു. അങ്ങനെ പറയാമോ? ഒരു കഷ്ണം കൽക്കണ്ടം എടുത്തിട്ട് ഇതിന്റെ ഇവിടെ കുറച്ച് മധുരം കൂടുതൽ, ഇവിടെ കുറച്ച് മധുരം കുറവ് പറയാൻ പറ്റുമോ? പറ്റുമോ? അപ്പൊ ഗുരുവായൂരപ്പൻ എന്താ ഈ പാദത്തിന് മാധുര്യം എന്ന് പറഞ്ഞത്? മേൽപ്പത്തൂര് അത് ശരിയാണോ? മേൽപ്പത്തൂരിന് എങ്ങനെ മനസ്സിലായി പാദത്തിന് മാധുര്യം കൂടുതൽ? അതോ അല്ലമ്മ കടന്നപ്പോ കുടിച്ചു നോക്കിയില്ല എന്നാ ചോദിച്ചത്? മധുരം ഉണ്ടായിട്ടാണല്ലോ കുടിച്ചു നോക്കിയത്. ത്വദംഗേഷ്വധിക സുമധുരം മുക്തിഭാജാം നിവാസോ. അല്ല, ഞാനങ്ങനെ കുടിച്ചു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും സമ്മതിച്ചോളണമെന്നൊന്നുമില്ല. എനിക്ക് മധുരം തോന്നി എന്ന് പറഞ്ഞാൽ അത് എല്ലാവരും സമ്മതിക്കാൻ വഴിയുണ്ടോ? എന്നാ അങ്ങനെയല്ല. വേറൊരാൾ പറഞ്ഞിട്ടുണ്ട്, അങ്ങ് തന്നെ കപിലവാസുദേവനായിട്ട് അവതരിച്ച് അമ്മയ്ക്ക് ഉപദേശിച്ചപ്പോ അമ്മയോട് എന്താ പറഞ്ഞു കൊടുത്തത്? സഞ്ചിന്തയൽ ഭഗവത ചരണാരവിന്ദം. അവിടുത്തെ ചരണാരവിന്ദങ്ങളെ സ്മരിക്കാനല്ലേ പറഞ്ഞത്? സഞ്ചിന്തയൽ ഭഗവത ചരണാരവിന്ദം വജ്ര അങ്കുശ ധ്വജ സരോ അല്ലെ വജ്രാങ്കുശധ്വജ സരോരുഹ ലാഞ്ചനാഢ്യം ഉത്തുംഗരക്ര വിരസന്നഹ ചക്രവാള ജ്യോത്സ്നാഭിരാഹത മഹദ്ഹൃദയാന്ധകാരം. ഇപ്പൊ കപിലവാസുദേവനായിട്ട് അങ്ങ് തന്നെ പറഞ്ഞിട്ടില്ലേ, സഞ്ചിന്തയൽ മമ ചരണാരവിന്ദം, എന്റെ പാദങ്ങളെ ധ്യാനിക്കാൻ പറഞ്ഞില്ലേ? അത് മധുരം ഉണ്ടായിട്ടല്ലേ പറഞ്ഞത്? അപ്പോഴും ഗുരുവായൂരപ്പൻ പറഞ്ഞു, എന്നാലും മേൽപ്പത്തൂരെ അങ്ങനെ ഒരാള് 2 ആള് പറഞ്ഞുകൊണ്ട് മാത്രം അത് സമ്മതിച്ചു തരാൻ പറ്റുമോ? അങ്ങനെയല്ല. വേറെ സ്ഥലത്തുണ്ടായിട്ടുണ്ട്. അങ്ങ് വാമനാവതാരത്തില് ഈ ഭൂമി അളന്നൊരു നടപ്പുണ്ടായില്ലേ? അന്ന് ഭൂമി മുഴുവൻ അംഗീകരിച്ചു. കാരണം ഭാരേണകാം സന്നമയൻ പദേ പദേ. അവിടുത്തെ ശ്രീവാദങ്ങളെ കൊണ്ട് ആ ഭൂമി അന്ന് അലങ്കരിച്ചില്ലേ? അപ്പൊ ഭൂമി മുഴുവൻ അവിടുത്തെ പാദങ്ങളെ സ്വീകരിച്ചതല്ലേ? അതുകൊണ്ട് ത്വദംഗേഷ്വധിക സുമധുരം, അവിടുത്തെ പാദങ്ങൾക്ക് മാധുര്യം കൂടും എന്ന് പറയാണ്. അതൊക്കെ ശരി. ഇതൊക്കെ അടുത്ത കാലത്ത് നടന്ന സംഭവമല്ലേ? പണ്ടൊന്നും അങ്ങനെ ആയിരുന്നില്ല. അല്ല, പണ്ടും അങ്ങനെയായിരുന്നു. എന്നാ അതെന്താ? പണ്ട് ബലിയുടെ യാഗശാലയിൽ അങ്ങ് ചെന്ന സമയത്ത് 3 അടി മണ്ണ് ചോദിച്ചു. 2 ചുവട് കൊണ്ട് തന്നെ എല്ലാം അളന്നു കഴിഞ്ഞു. 3ാമത്തെ ചുവട് വെക്കാൻ സ്ഥലമില്ലാണ്ടായപ്പോ ബലി എന്താ പറഞ്ഞെന്നറിയോ? പദം തൃതീയം ഗുരുശിഷ്ണിമേ നിജം. ഗുരുവായൂരപ്പ അവിടുത്തെ പൊഞ്ചലിൽ പണിഞ്ഞ ശ്രീവാദങ്ങൾ അടിയന്റെ ശിരസിൽ വെച്ച് അനുഗ്രഹിക്കണേന്ന് ബലി പ്രാർത്ഥിച്ചില്ലേ? അത് മാത്രമല്ല,
മേൽപ്പത്തൂർ ഗുരുവായൂരപ്പനെ ഇങ്ങനെ വർണ്ണിച്ച് വന്നപ്പോൾ, കേശാദിവാദം വർണ്ണിച്ച് വന്നപ്പോൾ അകത്ത് ഇങ്ങനെ ചിലം ചെല്ലുന്നൊരു ശബ്ദം കേട്ടു അത്രേ. മേൽപ്പത്തൂര് ശ്രദ്ധിച്ചപ്പോൾ ആ പൊഞ്ചിലമ്പ് ചോദിക്കുക, മേൽപ്പത്തൂര് എൻ്റെ കാര്യം മറന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ മേൽപ്പത്തൂര് ചിലമ്പിൻ്റെ കാര്യം പ്രത്യേകം പറഞ്ഞു. മഞ്ജീരം മഞ്ജുനാഥേരിവ പദഭജനം ശ്രേയാ പദഭജനം ശ്രേയാ പദഭജനമേവ ശ്രേയ ഇത്യാലബന്ധം. ആ പൊഞ്ചിലമ്പ് പോലും പറഞ്ഞത് ഈ പാദങ്ങളെ ആശ്രയിക്കാനല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞു. അല്ല, അതൊക്കെ ശരിയാണ്. പക്ഷേ അംഗീകരിക്കേണ്ടത് ആരാന്നറിയോ? ഗോപിമാർ അംഗീകരിക്കണം. ഇതൊക്കെ നമ്മൾ പറഞ്ഞാൽ പോരാ. കാരണം പ്രമാണം തത്ര ഗോപിക, ഗോപിമാരാണ് പ്രമാണം. ഗോപിമാർ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഗോപിമാരും പറഞ്ഞിട്ടുണ്ട്. പ്രണയരശനയാ ധൃതാംഘ്രി പത്മ. ഗോപിമാരെന്താ പറഞ്ഞതറിയോ? പ്രേമമാകുന്ന കയറുകൊണ്ട് ഗുരുവായൂരപ്പൻ്റെ കുഞ്ഞിക്കാലൊന്ന് കെട്ടിയിട്ടുണ്ടെന്നാ പറഞ്ഞത്. യശോദാദേവി കയറുകൊണ്ട് കെട്ടിയതുപോലെ ഗുരുവായൂരപ്പൻ്റെ പാദങ്ങളെ മനസ്സാകുന്ന ഉരലിൽ എന്തുകൊണ്ട് കെട്ടണം? സാധാരണ കൊണ്ടൊന്നും കെട്ടാൻ പറ്റില്ല. പിന്നെയോ പ്രണയരശനയാ, പ്രേമമാകുന്ന കയറുകൊണ്ട് ഗുരുവായൂരപ്പനെ ഹൃദയത്തിൽ കെട്ടാനല്ലേ അവർ പറഞ്ഞത്. ഗുരുവായൂരപ്പനെ മുഴുവൻ പിടിച്ച് കെട്ടണ്ട, പിന്നെ എന്ത് ചെയ്താൽ മതി? പ്രണയരശനയാ ധൃത അംഘ്രി പത്മ. ആ കാലൊന്ന് കെട്ടിയാൽ മതി. കാല് കെട്ടിയാൽ പിന്നെ ഓടാൻ പറ്റില്ലല്ലോ, അല്ലേ? അപ്പൊ ഗുരുവായൂരപ്പന്റെ കുഞ്ഞിക്കാലം എവിടെയാ പിടിച്ച് കെട്ടേണ്ടത്? മനസ്സാകുന്ന ഉരലിൽ പിടിച്ച് കെട്ടണം. പ്രണയരശനയാ ധൃത അംഘ്രി പത്മ. അവിടുത്തെ ശ്രീപാദങ്ങളെ ഹൃദയത്തിൽ കെട്ടണം എന്നല്ലേ പറഞ്ഞത്. അതുപോലെ ഭഗവാന്റെ പത്നിമാരെന്താ പറഞ്ഞത്? ആ സൗന്ദവഞ്ചക തീർത്ഥത്തില് അന്ന് ഗ്രഹണ സമയത്ത് ഭഗവാന്റെ പത്നിമാരും പാഞ്ചാലിയുമായിട്ട് സംഭാഷണം ഉണ്ടായി. അന്ന് ഭഗവാന്റെ പത്നിമാര് പറഞ്ഞത് മറ്റൊന്നും വേണ്ട, എത്തേ സുജാത ചരണാംബുരുഹംസനേഷു. ഗുരുവായൂരപ്പ, അവിടുത്തെ താമരപ്പൂ പോലെ മനോഹരമായിട്ടുള്ള കുഞ്ഞു കാലുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും തെളിഞ്ഞു കാണുന്നല്ലേ പ്രാർത്ഥിച്ചത്. ഇപ്പൊ ഭക്തന്മാരെപ്പോഴും പ്രാർത്ഥിക്കുന്നത് അവിടുത്തെ ശ്രീപാദങ്ങളെ ആശ്രയിക്കാനല്ലേ പറയുക. അതേപോലെ തന്നെ പാദാംബുജം പരിണിനായ ഭഗവാന്റെ പത്നിമാരും പറഞ്ഞു, ആ പാദാംബുജങ്ങളെ ആശ്രയിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം കിട്ടണമെന്ന് പ്രാർത്ഥിച്ചില്ലേ. അപ്പൊ എല്ലാം കൊണ്ടും അധിക സുമധുരം. അതുകൊണ്ടല്ലേ ഗുരുവായൂരപ്പ അവിടുന്ന് കുടിച്ചു നോക്കിയെന്ന് പറഞ്ഞു. കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം വടസ്യ പത്രസ്യ പുടേശയാനം ബാലം മുകുന്ദം മനസാ സ്മരാമി. ഇനി വേറൊന്ന്, അത് കേവലം ഒരു ബാലനല്ല, ബാലം മുകുന്ദം. മുകുന്ദ ബാലനാണെന്ന്. മുകുന്ദൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം മോക്ഷദായകൻ എന്നർത്ഥം. ഈ കുട്ടിയെ ആശ്രയിച്ചു കഴിഞ്ഞാൽ മോക്ഷത്തിന് കാരണമാവും. ഏതെങ്കിലും പ്രകാരത്തിൽ അവിടുത്തെ ശ്രീപാദങ്ങളെ ആശ്രയിച്ചാൽ മതി. സ്വയം കൃഷ്ണാവതാരോ ജയതി തവ വിഭോ എത്ര സൗഹാർദ്ദ ഭീതി സ്നേഹ ദ്വേഷ അനുരാഗ. എങ്ങനെയെങ്കിലും അവിടുത്തെ പാദങ്ങളൊന്ന് ആശ്രയിച്ചു കഴിഞ്ഞാൽ ആ ജീവനെ അവിടുന്ന് കരകയറ്റും. അതുകൊണ്ടാണ് മുകുന്ദ കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം വടസ്യ പത്രസ്യ പുടേശയാനം ബാലം മുകുന്ദം. ബാലമുകുന്ദനായി അവിടുന്ന് ആലിൽ അങ്ങനെ ദർശനം കൊടുത്തു. പെട്ടെന്ന് മാർക്കണ്ഡേയന് തോന്നി അതിനൊന്ന് എടുക്കണം തോന്നി. മാർക്കണ്ഡേയൻ നീന്തി അടുത്തെത്തുമ്പോഴേക്ക് തിരമാലകൾ അടിച്ചകറ്റുകയാണ്. ഒരുവിധം അടുത്തെത്തിയപ്പോഴാണ് വേറൊരു അത്ഭുതം ഉണ്ടായി. ആ കൊച്ചുകുട്ടി ശ്വാസം വലിച്ചപ്പോൾ ആ കൊച്ചുകുട്ടിയുടെ കൊച്ചു മൂക്കിൻ്റെ ഉള്ളിൽ കൂടി വലിയ മാർക്കണ്ഡേയൻ അങ്ങോട്ട് അകത്തേക്ക് പോയി. അകത്ത് നോക്കുമ്പോൾ പ്രപഞ്ചം മുഴുവൻ കാണാം. ശ്വാസം വിടുമ്പോൾ പുറത്തു വരുമ്പോൾ പ്രളയം കാണാം. ഇങ്ങനെ ഒരു 6 പ്രാവശ്യം ഉണ്ടായി അത്രേ. അതുകൊണ്ടാണ് അത്രയും മന്വന്തര ഷഡാത്മകം എന്നോടെ പറഞ്ഞത്. 6 പ്രാവശ്യം ഉണ്ടായതാണ്. അപ്പൊ മാർക്കണ്ഡേയന് തോന്നി, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ മാർഗം? ഇതിങ്ങനെ അകത്തും പുറത്തുമായിട്ട് പുനരഭി ജനനം, പുനരഭി മരണം, ഇങ്ങനെ ഇതല്ലേ നമ്മുടെ അവസ്ഥ, അല്ലേ? അമ്മയുടെ വയറ്റിലേക്ക് പോവാ, കുറച്ച് കഴിഞ്ഞ് വേറൊരു അമ്മയുടെ വയറ്റിലേക്ക് പോവാ. ഇതിങ്ങനെ എത്രയോ ജന്മമായി നമ്മൾ തുടങ്ങിയിട്ട്, അല്ലേ? ഇതിന്റെ അവസാനം വേണ്ടേ? പുനരഭി ജനനം, പുനരഭി മരണം, പുനരഭി ജനനീ ജഠരേ ശയനം ഇഹ സംസാരേ ബഹുദുസ്താരേ. കരകയറാൻ പറ്റുന്നില്ല നമുക്കൊക്കെ. സംസാര സാഗരേ മഗ്നം. നമ്മുടെ അവസ്ഥ അതല്ലേ. മാർക്കണ്ഡേയൻ ആലോചിച്ചു എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടാ. അപ്പൊ മാർക്കണ്ഡേയന് തോന്നി, ഭഗവാൻ തന്നെ ഭഗവാന്റെ കാലല്ലേ പിടിച്ചിട്ടുള്ളത്. ഇതാണ് നമ്മളെയും കാണിച്ചു തരാം. ഈ സംസാര ദുഃഖങ്ങളിൽ നിന്ന് കരകയറണമെങ്കിൽ മറ്റാരെയും ആശ്രയിച്ചിട്ട് കാര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ആശ്രയിക്കുന്നവർക്ക് ഉറപ്പില്ലല്ലോ. ഉണ്ടോ? നമ്മളെ രക്ഷിക്കാന്ന് പറയുന്ന ആൾക്ക് ഉറപ്പുണ്ടോ? കഴിഞ്ഞ ദിവസം ഒരാള്, സംഭവമാണ്, നടന്ന കഥയാ. ആള് പറഞ്ഞു അയാൾക്ക് ഈ ഹൃദയത്തിന് ശസ്ത്രക്രിയ നിശ്ചയിച്ചു, ഓപ്പറേഷൻ. ഇയാൾ തലേ ദിവസം പോയി ആസ്പത്രിയിൽ അഡ്മിറ്റായി. പിറ്റേ ദിവസം 11 മണിക്ക് പറ്റിയാണ് ഓപ്പറേഷൻ നിശ്ചയിച്ചത്. 11 മണിയായി 12 മണിയായിട്ട് ഡോക്ടറെ കാണാനില്ല. അന്വേഷിച്ചപ്പോൾ എന്താ, ഡോക്ടർ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു എന്ന്.
പറയുന്ന ആൾക്കും ഒരു ഹാർട്ട് അറ്റാക്ക് അല്ലേ? നമ്മളെ രക്ഷിക്കാന്ന് പറഞ്ഞ ആൾക്ക് രക്ഷയുണ്ടോ? അല്ലേ? അപ്പം അതുകൊണ്ട് നമ്മളെ രക്ഷിക്കണമെങ്കിൽ രക്ഷയുള്ള ഒരാളെ ആശ്രയിക്കണ്ടേ? എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മളെപ്പോഴും അങ്ങനെയാണ്. നമ്മളിങ്ങനെ മറ്റു പലതിനെ ആശ്രയിക്കുകയല്ലേ? അല്ലേ? എത്ര പേരുടെ കാല് പിടിക്കുക നമ്മൾ ഓരോ കാര്യത്തിന്. ഈ ആർക്കെങ്കിലും നമ്മളെ രക്ഷിക്കാൻ പറ്റുമോ? പറ്റും. താൽക്കാലികമായിട്ടുള്ള സൗകര്യങ്ങളോ സുഖങ്ങളോ ഒക്കെ തരാൻ അവർക്ക് ഇല്ല എന്ന് പറയുന്നില്ല, അല്ലേ? നമുക്ക് ആവശ്യമുള്ള താൽക്കാലികമോ കാര്യങ്ങളൊക്കെ അവർക്ക് പറ്റിയെന്ന് വരാം. പക്ഷേ ഈ സംസാര സാഗരത്തിനെ കരകയറ്റാൻ അവർക്ക് പറ്റുമോ? നമ്മളെ കൂടുതൽ സംസാരത്തിലേക്ക് പിടിച്ചു വലിക്കാനല്ലേ അവർക്ക് പറ്റുള്ളൂ. ഇതാണ് ഋഷഭന്റെ ഉപദേശത്തിൽ പറയുന്നുണ്ടല്ലേ, ആരാണോ നമ്മളെ ബന്ധത്തിൽപ്പെടുന്നത് അവരല്ല നമ്മുടെ ബന്ധുക്കള്. ബന്ധങ്ങളിൽ നിന്ന് മോചനം തരുന്നവനാണ് നമ്മുടെ ബന്ധു. ശരിയല്ലേ? നമ്മളിപ്പോൾ അങ്ങനെയാണോ? നമ്മളെ ബന്ധത്തിൽപ്പെടുത്തുന്ന ആളുകളെയാണ് നമ്മൾ ബന്ധുക്കളായിട്ട് വിചാരിക്കുക. ഒരു പക്ഷിയെ പിടിച്ച് കൂട്ടിലിടുന്ന ആളാണോ എൻ്റെ ബന്ധു? കൂട് തുറന്നു വിടുന്ന ആളാണോ ബന്ധു? നമ്മൾ ആരെയാ ബന്ധുക്കളായിട്ട് വിചാരിക്കുക? ഓരോ കൂട്ടിൽ പിടിച്ചിരുന്ന ആളുകളൊക്കെ ബന്ധുക്കളായിട്ട് വിചാരിക്കല്ലേ? അപ്പൊ അവരൊന്നും നമ്മളെ കരകയറ്റില്ല. കരകയറണമെങ്കിൽ എന്ത് വേണം? ഭഗവാന്റെ പാദങ്ങളെ തന്നെ ആശ്രയിക്കണം. അതുകൊണ്ട് മാർക്കണ്ഡേയന് തോന്നി, ഭഗവാൻ തന്നെ ഭഗവാന്റെ കാലല്ലേ പിടിച്ചിട്ടുള്ളത്, ഞാനും ഭഗവാന്റെ പാദങ്ങളെ ധ്യാനിക്കും. അപ്പോഴാണ് പെട്ടെന്ന് ഭഗവാന്റെ പാദങ്ങളെ ധ്യാനിച്ചപ്പോഴേക്കും എന്തോ ഒരു മാറ്റം. നോക്കുമ്പോ എന്താ? മഴ പെയ്തിട്ടില്ല, വെള്ളം പൊങ്ങിയിട്ടില്ല. ആ മരൂരേക്കൊന്ന് കുടഞ്ഞു നോക്കി, അതിന്മേൽ ഒരു തുള്ളി വെള്ളമില്ല. അപ്പൊ ഇതാണ് മായ എന്ന് മനസ്സിലായി. ഇതാണ് മാർക്കണ്ഡേയന്റെ മായാദർശനം. അനുഭവത്തിൽ സത്യമാണ്, അനുഭവം അങ്ങനെ ഇല്ലാത്തതാണ്. അത് മാത്രം പറഞ്ഞാൽ പോരാ, ഈ അനുഭവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ മാർഗം എന്നും കൂടി പറഞ്ഞു തരണം, അല്ലേ? ഒരു രോഗത്തിന്റെ കാരണം മാത്രം പറഞ്ഞാൽ പോരാ, മതിയോ? രോഗം മാറാനുള്ള മരുന്നും കൂടി പറഞ്ഞു തരണ്ടേ? രോഗം മാറാനുള്ള മരുന്നുണ്ട്. എന്താ മരുന്ന്? കരാരവിന്ദേന പദാരവിന്ദം. അങ്ങനെയുള്ള ഭഗവാന്റെ ബാലം മുകുന്ദം മനസാസ്മരാമി. ശ്രീഗുരുവായൂരപ്പന്റെ പൊഞ്ചിലം പണിഞ്ഞ പാദങ്ങളെ ആശ്രയിക്കൂ. അങ്ങനെ അവിടുത്തെ ശ്രീപാദങ്ങളെ ആശ്രയിച്ചു കഴിഞ്ഞാൽ പിന്നെ മായ അടുക്കില്ല. വെളിച്ചം വന്നാൽ പിന്നെ ഇരുട്ട് വരുമോ? ആലോചിച്ച് നോക്കാം. നേരത്തെ പറഞ്ഞില്ലേ, ഇരുട്ട് കളയാൻ ഒറ്റ വഴിയുള്ളൂ. എന്താ? വെളിച്ചം വരിക. വെളിച്ചമുള്ളിടത്തേക്ക് ഇരുട്ടിന് വരാൻ പറ്റുമോ? പണ്ടൊരു വലിയ തറവാട്, ആ തറവാട്ടിൽ എന്തോ വലിയൊരു അടിയന്തരം നടക്കുകയാണ്, കല്യാണം എന്തോ നടക്കുകയാണ്. അന്നത്തെ കാലത്ത് ഈ ഗ്യാസ് ലൈറ്റ് എന്നൊരു സാധനം ഉണ്ട്, ഇല്ലേ? പെട്രോൾ മാക്സ് കണ്ടിട്ടുണ്ടാവും. ഇപ്പം അധികം കാണാനില്ല, പണ്ട് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവിടുത്തെ യജമാനൻ ഒരു പെട്രോൾ മാക്സ് കത്തിച്ച് ജോലിക്കാരൻ്റെ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് ഇരുട്ടുള്ള സ്ഥലത്ത് കൊണ്ടുവയ്ക്കാൻ പറഞ്ഞു. ഇയാൾ തലയിൽ വെച്ച് അവിടെ മുഴുവൻ നടന്നു. എന്നിട്ട് എന്ത് പറഞ്ഞു? ഇരുട്ട് കാണില്ല. ഇരുട്ട് കാണോ? എന്ന പോലെ ഗുരുവായൂരപ്പന്റെ പാദങ്ങൾ ഉള്ളിൽ വന്നാൽ പിന്നെ എവിടെ ഇരുട്ട് വരിക? അവിടെ അജ്ഞാനാന്ധകാരം ഇല്ല. അതാണ് ഉദ്ധവൻ പറയില്ലേ, വിഭാവസോക്യം സമീപകസ്യ ശീതന്തമോഭി പ്രഭഞ്ചരിദ്യ. സൂര്യൻ ഉദിച്ചു നിൽക്കുമ്പോൾ ഇരുട്ടുണ്ടോ, തണുപ്പുണ്ടോ, ഭയമുണ്ടോ? എന്ന പോലെ ശ്രീഗുരുവായൂരപ്പന്റെ പൊഞ്ചിലം പണിഞ്ഞ ശ്രീപാദങ്ങൾ ഹൃദയത്തിൽ പ്രകാശിക്കുന്ന ഒരു ഭക്തന് എന്ത് ഇരുട്ട് വരാൻ, എന്ത് അജ്ഞാനം വരാൻ, എന്ത് ദുഃഖം വരാൻ? ദുഃഖിക്കണമെന്ന് വിചാരിച്ചാൽ പോലും ദുഃഖം വരില്ല. കാരണം സാന്ദ്രാനന്ദ അവബോധാത്മകം. ഈ ആനന്ദമഗ്നായാൽ എന്ത് ദുഃഖം വരിക? മാർക്കണ്ഡേയൻ ഇതിൽ കൂടുതൽ ഭാഗ്യമുണ്ടോ? മാർക്കണ്ഡേയൻ ആനന്ദമഗ്നായി. എന്നിട്ടോ ഈ കരാരവിന്ദേന പദാരവിന്ദം നുകരുന്ന ബാലമുകുന്ദ സ്വരൂപത്തിനെ ഹൃദയത്തിന്റെ തൊട്ടിൽ താരാട്ട് പാടിക്കൊണ്ട് അനേകകാലം തപസ് ചെയ്തു. അപ്പോഴാണ് ഒരിക്കൽ പാർവതി പരമേശ്വരന്മാർ മുമ്പിൽ വന്നു പെട്ടത്. മുമ്പിൽ വന്നു നിന്നിട്ട് മാർക്കണ്ഡേയൻ കണ്ണു തുറക്കണില്ല. പെട്ടെന്ന് മാർക്കണ്ഡേയന്റെ ഉള്ളിലുള്ള രൂപം അങ്ങോട്ട് മറച്ചു കളഞ്ഞു. മാർക്കണ്ഡേയൻ പരിഭ്രമിച്ച് ഉള്ളിലിപ്പോ കരാരവിന്ദേന പദാരവിന്ദല്ല കാണുന്നത്. ചന്ദ്രക്കല കാണാം, ജടാമൂടങ്ങൾ കാണാം, ഭസ്മക്കുറി കാണാം, ഗംഗാനദി കാണാം. മാർക്കണ്ഡേയൻ ആകെ പരിഭ്രമിച്ചങ്ങനെ കണ്ണു തുറന്നപ്പോഴോ നേത്രേ ഉന്മീല്യദർശേ സഗണം സോമയാഗതം. വീണങ്ങോട്ട് നമസ്കരിച്ചു. നമ ശിവാഭ്യാം നവ യൗവനാഭ്യാം പരസ്പരാശ്രേഷ്ഠ വപുർധരാഭ്യാം നഗേന്ദ്രകന്യാ വൃഷകേതനാഭ്യാം നമോ നമ ശങ്കരപാർവതീഭ്യാം. മാർക്കണ്ഡേയൻ വീണങ്ങനെ നമസ്കരിച്ചു. രണ്ടുപേരും മാർക്കണ്ഡേയനെ പിടിച്ചങ്ങോട്ട് എഴുന്നേൽപ്പിച്ച് ചോദിച്ചു, മാർക്കണ്ഡേയ വളരെ സന്തോഷമായി, മാർക്കണ്ഡേയൻ എന്ത് വരാൻ വേണ്ടെന്ന് ചോദിച്ചു. എന്ത് വരം വേണമെങ്കിൽ തരാം. മാർക്കണ്ഡേയൻ പറഞ്ഞു, അയ്യോ വരമൊന്നും തരല്ലേന്ന്. എന്താ? നേരത്തെ ഒരു വരം മേടിച്ച് കുറെ വെള്ളം കുടിച്ചതാ അല്ലേ? വരമൊന്നും തരല്ലേന്നായി അല്ലേ? എന്നാലും എന്തെങ്കിലും വരം ചോദിക്കുന്നായി. നിർബന്ധം പറഞ്ഞപ്പോ മാർക്കണ്ഡേയൻ ഒരു വരം ചോദിച്ചു. വരമേകം വൃണേധാവി പൂർണാൽ കാമാഭിവർഷണാൽ ഭഗവത്തെ അച്യുതാം ഭക്തിം തൽപരേഷു തഥാ ത്വയി. ശ്രീഗുരുവായൂരപ്പന്റെ പാദങ്ങളിൽ അച്യുതാം ഭക്തിം, ച്യുതിയില്ലാത്ത നാശമില്ലാത്ത ഭക്തി വേണം. പോരാ,
ഭഗവാന്റെ പാദങ്ങൾ മാത്രമല്ല, ഭഗവത് ഭക്തന്മാരുടെ പാദങ്ങളിലും ഭക്തി ഉണ്ടാവണേന്ന്. അതാണ് മാർക്കണ്ഡേയനെ പുരാണ ആചാര്യൻ എന്ന് പറയാൻ കാരണം. ഈ കഥ തുടങ്ങിയത് പരീക്ഷത്തിന്റെ മുക്തി കഴിഞ്ഞ് ശൗനക മഹർഷി സൂതപൗരാണേനോട് ചോദിച്ചു, പുരാണങ്ങളിലെ ആചാര്യനായിട്ട് മാർക്കണ്ഡേയൻ എന്നൊരാളുണ്ടെന്ന് കേട്ടിട്ടുണ്ടല്ലോ. ഈ മാർക്കണ്ഡേയൻ പ്രളയം കണ്ടുവെന്നും ആലിലകൃഷ്ണനെ കണ്ടുവെന്നും കേട്ടിട്ടുണ്ടല്ലോ. ആ കഥ പറയണമെന്ന് പറയാണ്. എന്തുകൊണ്ടാണ് മാർക്കണ്ഡേയനെ പുരാണാചാര്യൻ എന്ന് പറയാൻ കാരണം അറിയോ? നമുക്ക് 18 പുരാണങ്ങളാണ്. ഈ 18 പുരാണങ്ങളിൽ 6 വൈഷ്ണവം, 6 ബ്രാഹ്മം, 6 ശാക്തേയം. ഇപ്പൊ ശിവൻ, വിഷ്ണു, ഭഗവതി ഇവർ തമ്മിൽ ഭേദബുദ്ധി ഇല്ല മാർക്കണ്ഡേയന്. അപ്പൊ മാർക്കണ്ഡേയൻ പ്രാർത്ഥിച്ചത് മഹാവിഷ്ണുവിന്റെ പാദത്തിൽ ഭക്തി ഉണ്ടാവണമെന്ന് മാത്രമല്ല, തൽപരേഷു ഭഗവത് ഭക്തന്മാരിലും ഭക്തി ഉണ്ടാവണം. അപ്പൊ മഹാദേവനും പാർവതിയും പറഞ്ഞു, മാർക്കണ്ഡേയന് ഭക്തി ധാരാളം ഉണ്ടല്ലോ, ഉള്ള സാധനം പിന്നെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ലാത്ത എന്തെങ്കിലും ചോദിക്കൂ. മാർക്കണ്ഡേയൻ പറഞ്ഞു, എനിക്ക് വേറൊരു വരവും വേണ്ട. അപ്പം പാർവതി പരമേശ്വരന്മാർ തമ്മിൽ ആലോചിച്ചു, ഈ അച്ഛനമ്മമാർക്ക് കുട്ടികൾ വേണ്ട എന്ന് പറഞ്ഞാലും എന്തെങ്കിലും കൊടുത്താലൊരു സന്തോഷമുള്ളൂ അല്ലേ? കുട്ടികൾ വേണ്ടെന്നൊക്കെ പറയും, എന്നാലും കൊടുക്കുമ്പോഴേ സന്തോഷമുള്ളൂ. അപ്പം മഹാദേവൻ പാർവതിയോട് പറഞ്ഞു, മാർക്കണ്ഡേയൻ വേണ്ട എന്ന് പറഞ്ഞാലും എന്തെങ്കിലും ഒരു വരം കൊടുക്കാതെ പോകണം ശരിയല്ലല്ലോ. അപ്പം ഞാനൊരു വരം കൊടുക്കാൻ പോവാന്ന് പറഞ്ഞു. മഹാദേവൻ പറഞ്ഞു, ഞാനൊരു വരം കൊടുക്കാൻ പോവാ, കൊടുത്തോളാൻ പറഞ്ഞു. മഹാദേവന് വരം കൊടുത്തു. ആകൽപാന്താദ്യശ, ലോകം ഉള്ളിടത്തോളം കാലം മാർക്കണ്ഡേയന്റെ കീർത്തി ലോകത്തിൽ നിലനിൽക്കട്ടെ എന്ന് അനുഗ്രഹിച്ചു. അപ്പോൾ പാർവതി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാനൊരു വരം കൊടുത്തോളാൻ പറഞ്ഞു. പാർവതി ഒരു വരം കൊടുത്തു. അജരാമരതാധതാ, ജരാജരകൾ ബാധിക്കാതെ എന്തെങ്കിലും 16 വയസ്സായിട്ടിരിക്കട്ടെ എന്ന്. അമ്മമാർക്ക് കുട്ടികളിങ്ങനെ ചെറുതായിട്ടിരിക്കുന്ന ഇഷ്ടം അല്ലേ? അതുകൊണ്ട് എന്നിങ്ങനെ 16 വയസ്സായിട്ടിരിക്കട്ടെ എന്ന്. അപ്പം മഹാദേവന് തോന്നി അങ്ങനെ സ്ത്രീകൾ മുൻകൈ എടുത്താൽ അത്ര ശരിയല്ലല്ലോ. അപ്പം എന്ത് ചെയ്തു? പാർവതിയുടെ കൈയിൻ്റെ മുകളിൽ മഹാദേവന്റെ കൈ വെച്ചു. എന്നിട്ട് അനുഗ്രഹിച്ചു, ജ്ഞാനം ത്രൈകാലികം ബ്രഹ്മൻ, ത്രികാലജ്ഞനാവട്ടെ എന്ന് അനുഗ്രഹിച്ചു. വേഗം മഹാദേവൻ കൈ വലിച്ചെടുത്ത് അതിൻ്റെ മുകളിൽ വെച്ചു. എന്നിട്ട് മഹാദേവൻ അനുഗ്രഹിച്ചു, വിജ്ഞാനം ജ വിരക്രിമൽ, ജ്ഞാനവിജ്ഞാനങ്ങൾ ഉണ്ടാവട്ടെ എന്ന്. പാർവതി വേഗം കൈയെടുത്ത് അതിൻ്റെ മുകളിൽ വെച്ചു. എന്നിട്ട് പാർവതി അനുഗ്രഹിച്ചു, ബ്രഹ്മവർച്ചസ്സിനോ ഭൂയാൽ. വീണ്ടും മഹാദേവൻ അനുഗ്രഹിക്കാൻ ഭാവിച്ചപ്പോൾ പറഞ്ഞു, നമ്മൾ രണ്ടുപേരും ഇങ്ങനെ മാറി മാറി അനുഗ്രഹിച്ചുകൊണ്ട് നിന്നാൽ ഇപ്പൊ തന്നെ 3:15 അല്ലേ? അതുകൊണ്ട് നമുക്ക് രണ്ടുപേരും കൂടി അനുഗ്രഹിക്കാനായി. രണ്ടുപേരും കൂടി അനുഗ്രഹിച്ചു. പുരാണ ആചാര്യതാസ്തുതേ, പുരാണങ്ങളിലെ ആചാര്യനാവട്ടെ എന്ന് അനുഗ്രഹിച്ചു എന്നാണ്. ഇപ്പൊ എന്താ കഥയുടെ ഒരു താല്പര്യം? ഇത് അവസാനം ഈ കഥയുടെ ഒരു ഫലശ്രുതി പറയും. യ ഏവമേതൽ ഭൃഗുവര്യവർണിതം രഥാംഗപാണേരനുഭാവഭാവിതം സംശാവേൽ സംശൃണുയാതുതാവുഭോ തയോർന്ന കർമാശയ സംസ്കൃതഭവേൽ. ഈ കഥ കേട്ട് കഴിഞ്ഞാൽ കർമ്മബന്ധങ്ങൾ ഇല്ലാതാവുന്ന പറഞ്ഞത്. കർമ്മബന്ധങ്ങൾക്ക് കാരണം മായയാണ്. മായയില്ലെങ്കിൽ കർമ്മബന്ധങ്ങളില്ല. കാരണം നമ്മുടെ ശരിക്കുള്ള സ്വരൂപം എന്താ? അഹം നിർവികൽപ്പോ നിരാകാരരൂപോ വിഭുർവ്യാപ്യ സർവത്ര സർവേന്ദ്രിയാണം സദാമേ സമത്വം ന മുക്തിർ ന ബന്ധം. എനിക്ക് മുക്തിയില്ല, ബന്ധമില്ല. ഞാൻ ആരാ? ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ഞാൻ ചിദാനന്ദ സ്വരൂപനാണ്. പക്ഷെ മായ കൊണ്ട് ബന്ധങ്ങൾ ഉണ്ടാവുകയാണ്. ഈ മായ എന്താണെന്ന് മനസ്സിലായാൽ മായ നമുക്ക് അനുഭവിക്കുകയും ചെയ്യാം, അതിനോട് ബന്ധം ഇല്ലാതിരിക്കുകയും ചെയ്യാം. മായ എന്താണെന്ന് അറിഞ്ഞാൽ ഇതാണ് ഒരു കവി പറഞ്ഞു, കാലിൽ ചെരുപ്പിട്ട് നടക്കുമെന്നാൽ ഉണ്ടാകുമോ കണ്ടകബാധ. പിന്നെ ഗേഹാദി ബന്ധങ്ങളിൽ മേവിയാലും ബ്രഹ്മജ്ഞനെ തീണ്ടുകയില്ല മായ. ഈ ബ്രഹ്മജ്ഞാനം അതേ സ്വരൂപം മനസ്സിൽ ഉറച്ചിട്ടുള്ള ഒരാൾക്ക് എന്ത് മായ വന്നാലും അതൊന്നും അയാൾ ബാധിക്കില്ല. മായയിൽ പെടുമ്പോഴും അയാൾ മായ ബാധിക്കില്ല. മാർക്കണ്ഡേയൻ അങ്ങനെയാണ്, മായയിൽ മുങ്ങി, പക്ഷെ മായ ബാധിച്ചില്ലല്ലോ. അപ്പോൾ ഗുരുവായൂരപ്പനെ ആശ്രയിക്കുന്ന ഒരു ഭക്തൻ, അവന് ഗുരുവായൂരപ്പനെ ആശ്രയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സംസാരം മുഴുവൻ ഉപേക്ഷിച്ച് നമുക്ക് പോകാൻ പറ്റുമോ? ആലോചിച്ച് നോക്കാം. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് ബന്ധങ്ങളുണ്ടാവും, സുഖവും ദുഃഖവും ഒക്കെ ഉണ്ടാവും. പക്ഷെ അത് മായയാണെന്ന് മനസ്സിലാക്കിയാലോ, അത് സ്വപ്നമാണെന്ന് മനസ്സിലാക്കിയാലോ പരിഭ്രമമില്ല. അതില്ലാത്തതാണ് നമ്മുടെ ദുഃഖത്തിന് കാരണം. ഇതൊക്കെ സത്യമാണെന്ന് വിചാരിക്കുകയാണ്. സിദ്ധാർത്ഥ സത്യമല്ല. അനുഭവകാലം പോയാൽ സമമിഹ. ഈ ഒരു ഭാവം വരുമ്പോഴാണ് കർമ്മബന്ധങ്ങൾ ഇല്ലാതാവുക. അല്ലാണ്ട് ഇതൊക്കെ വിട്ടുപോകണമെന്നല്ല അർത്ഥം. ഇതൊന്നും വിട്ടുപോകാൻ നമുക്ക് സാധിക്കുകയില്ല. ഇപ്പോൾ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ ഒരു ഭാവം നമ്മുടെ മനസ്സിലും വരട്ടെ. നമുക്ക് ആശ്രയിക്കാൻ ഗുരുവായൂരപ്പനുണ്ട്. മറ്റാര് നമ്മളെ ഉപേക്ഷിച്ചാലും അവിടെ നമ്മളെ കൈവിടില്ല. ആ ഒരു ആശ്രയഭാവം വന്നാൽ പിന്നെ ഒന്നും നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഈ ഒരു ഭാവമാണ്. അതുകൊണ്ടാണ് ഈ കഥ അവസാനം നമ്മളെപ്പോലുള്ളവർക്ക് വേണ്ടി പറഞ്ഞ കഥയാണ്. പരീക്ഷത്തിന് ബ്രഹ്മോപദേശം മതി, നമുക്കൊക്കെ ഈ കഥയും കൂടി വേണം. അപ്പോൾ ആ ഒരു ഭാവം ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം.
ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നമ പാർവതീപതയേ. ഹര ഹര മഹാദേവ. ഗുരുവായൂരപ്പ ശരണം.